إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. മഷ്കൂർ ജസാക്കുമുല്ലാഹു ഖൈറ ഫാത്തിമ നദ. പ്രിയപ്പെട്ട ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളെ, ഈ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി സൂം ലിങ്ക് ഉപയോഗപ്പെടുത്തി ഇതിൽ പ്രവേശിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ഓൺലൈൻ പഠന പരമ്പരയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഖുർആൻ ക്രോഡീകരണ ചരിത്രവും വികലവാദങ്ങളും എന്നുള്ളതാണ്. ഈ ചർച്ചയിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ, കഴിഞ്ഞ ആഴ്ചയിലും വിഷയം അവതരിപ്പിച്ച ബഹുമാനായ ജലീൽ പോലോത്ത് അവർകളാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നെല്ലിക്കുഴിയിലാണ് ജലീൽ സാഹിബിന്റെ സ്വദേശം. മൂവാറ്റുപുഴ കിഴക്കാപ്പള്ളിയിൽ ദക്ഷിണ കേരളത്തിൽ പ്രസിദ്ധമായ ജാമിയ ബദരിയ അറബിക് കോളേജിൽ നിന്നും ഇസ്ലാമിക പഠനം പൂർത്തിയാക്കുകയും പിന്നീട് ലോകപ്രശസ്തമായ ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ ലക്നൌവിൽ നിന്ന് ഉപരിപഠനവും പൂർത്തിയാക്കി. ഒപ്റ്റിമെറ്റോറിയൽ ഡിപ്ലോമ ഒപ്പം പൂർത്തിയാക്കി. ഇപ്പോൾ സൗദി അറേബ്യയിലെ ഒരു ഒഫ്താൽമോളജി ഹോസ്പിറ്റലിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിഫ്രാക്റ്റീവ് സർജറി ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ കോർഡിനേറ്ററാണ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ലേണേഴ്സ് ഓഫ് ഇസ്ലാം ഗ്രൂപ്പിലെ വൈജ്ഞാനിക ചർച്ചകളിൽ പലപ്പോഴും നല്ല കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ജലീൽ സാഹിബ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ, പാണ്ഡിത്യം ഇസ്ലാമിക പ്രബോധന രംഗത്തും അതിന്റെ പ്രതിരോധ രംഗത്തും വലിയ മുതൽക്കൂട്ടാണെന്ന് നമുക്കറിയാം. ഈ വിഷയത്തിന്റെ ഖുർആൻ ക്രോഡീകരണ ചരിത്രവും വികലവാദങ്ങളും എന്നുള്ള വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തെയും അത് ശ്രവിക്കുന്നതിന് വേണ്ടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്നതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും ഇതിന്റെ പ്രതിഫലനങ്ങൾ ദുനിയാവിലും പ്രതിഫലം ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനായ ജലീൽ പോലോത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ജന്നാത്തിൽ സംഗമിക്കുവാൻ യോഗ്യത നേടുന്ന സച്ചരിതരായ ദാസീദാസന്മാരുടെ ഗണത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തു വച്ച വിഷയങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് സൂറത്തു അൽ ഖിയാമയിൽ പരാമർശിക്കപ്പെട്ട ഇന്ന അലൈന ജംഅഹു വ ഖുർആനഹു എന്ന ആയത്തിന്റെ ആക്ഷരിക വായന അപ്രസക്തമാണെന്നും ഈ ആയത്തിനെ മനസ്സിലാക്കപ്പെടേണ്ടത് അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണെന്നും അപ്പോൾ അതെന്താണ് ആ സാഹചര്യമെന്ന് ഈ ആയത്തിനും മുൻപുള്ള ആയത്തും അതിന് പിൻപുള്ള ആയത്തും വിശദീകരിച്ചുകൊണ്ട് അവിടെ പരാമർശിക്കപ്പെടുന്ന ഖുർആൻ ക്രോഡീകരണത്തിന്റെ അർത്ഥതലങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയും തദ്വാര ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഖുർആൻ ക്രോഡീകരണത്തെ നിഷേധിക്കുന്നതിലുള്ള യുക്തിരാഹിത്യവും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഹദീസ് ഗ്രന്ഥങ്ങളിൽ സംഭവ ലോകത്ത് ഖുർആൻ എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സൂചിപ്പിക്കപ്പെട്ട ചില ഫ്രാഗ്മെന്റ്സുകൾ, ചില ഖണ്ഡങ്ങൾ, അത് കല്ലുകൾ, എല്ലുകൾ, ഓലകൾ, ഓലകൾ തുടങ്ങിയുള്ള വസ്തുക്കളായിരുന്നു. ഈ സംഗതികളെയൊക്കെ ഒരു പരിഹാസ രൂപത്തിൽ കാണുന്നതിലെ യുക്തിരാഹിത്യവും ആ ഒരു കാലഘട്ടവും ചരിത്രവും സംസ്കാരവും എങ്ങനെയായിരുന്നു എന്ന് തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് നാം വ്യക്തമാക്കുകയുണ്ടായി. അതേ സമയത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പരിശുദ്ധ ഖുർആൻ സമാഹരിക്കപ്പെട്ടതും ക്രോഡീകരിക്കപ്പെട്ടതും ഓലകളിലും കല്ലുകളിലും മാത്രമാണെന്ന് ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ നമ്മളോ ആരും ഒരിടത്തും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇവർ മനസ്സിലാക്കിയെങ്കിൽ അത് അവരുടെ കുറ്റമാണ്, നമ്മുടെയോ ഇസ്ലാമിന്റെയോ കുറ്റമല്ല എന്ന് അടിവരയിട്ട് മനസ്സിലാക്കുക. ഈ സംഗതികളാണ് നാം കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു കഴിഞ്ഞത്. അതിന്റെ തെളിവുകൾ സഹിതം വിശദീകരിക്കപ്പെട്ടിരുന്നു. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് അതിന്റെ ബാക്കിയായി പറയപ്പെട്ട ചില സംഗതികളാണ്. അങ്ങനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവത്തിൽ പിന്നീട് പറയുന്നത് പേപ്പറിന് സമാനമായ ഏതൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ചരിത്രകാരന്മാർ അധികവും പരാമർശിക്കുന്നത് പെപ്പൈറസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് പാപ്പിറസ് എന്നും പറയാറുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നു. പേപ്പൈറസ് എന്ന് പറയും. പേപ്പൈറസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈജിപ്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു തരം ചെടിയാണത്. ജലജന്യ ചെടി എന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം ജലം ഉള്ള അല്ലെങ്കിൽ ജലത്തിന് സമീപമായി ഉണ്ടാകുന്ന ഒരു ചെടി. ആ ചെടിയുടെ തണ്ട് കട്ട് ചെയ്തുകൊണ്ട് അതിനെ വ്യത്യസ്ത സ്ലൈസുകളാക്കി അല്ലെങ്കിൽ റിബണുകളാക്കിക്കൊണ്ട് കട്ട് ചെയ്തിട്ട് അത് ഹൊറിസോണ്ടലും ഒക്കെയായി അതിനെ വ്യത്യസ്ത വീതിയിലും നീളത്തിലും പാകിയെടുത്തുകൊണ്ട് ഉണക്കിയെടുത്ത് അല്ലെങ്കിൽ ഇടിച്ച് ചതച്ച് പരത്തി ഉണക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതരം പേപ്പറിന് സമാനമായ സംഗതിയാണ് പെപ്പൈറസ് അല്ലെങ്കിൽ പാപ്പിറസ് എന്ന് പറയുന്നത്. ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത് അധികവും അക്കാലഘട്ടത്തിൽ വളരെ സുലഭമായി കൊണ്ടിരുന്ന ഒരു സംഗതി പേപ്പൈറസ് ആണ് എന്നുള്ളതാണ് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എഴുതുവാൻ ഉപയോഗിച്ചതിൽ ഈ വിധത്തിലുള്ള ചെടിയുടെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന ഈ മാധ്യമവും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ മാധ്യമം ഞാനിപ്പോഴിങ്ങനെ പറയുമ്പോൾ ഇത് ഇന്നും ഈ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ അത് ഇന്നും കുറച്ചുകൂടെ
ആധുനികമായ നിലയിൽ, എന്നാൽ വൈദ്യുത ഉപകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മാനുവലായി ഇന്നും ഈ പേപ്പറസ് അവർ ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈജിപ്തിൽ. അപ്പോൾ ഇത് കാര്യം മനസ്സിലാകുവാൻ വേണ്ടി ഒരു ചിത്രം നമുക്ക് കാണാം. ഇതാണ് ആ പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ ഈ കാണുന്ന തണ്ട് ഇത് മുറിച്ചെടുത്ത് ഈ പ്ലാന്റിനെ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാക്കിക്കൊണ്ട് വെക്കുന്നു. ഇതിന്റെ പേര് അറബിയിൽ നബാത്തുൽ ബർദി എന്നാണ്, പേപ്പൈറസ്. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ്. ഇതിനെ പാപ്പിറസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇത് ഈ രൂപത്തിൽ അതിന്റെ തണ്ട് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് അതിനെ ഇതേപോലെ വ്യത്യസ്ത രീതിയിൽ നീളത്തിലും വീതിയിലും ഈ സംഗതിയെ വച്ച് അത് ഒട്ടിച്ചെടുത്തുകൊണ്ട്, സ്വാഭാവികമായും ഈ പ്ലാന്റിനകത്ത് തന്നെ ഒരു ചെറിയ സ്റ്റിക്കി ഫോം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് വച്ച ശേഷം ഇത് ഉണക്കിയെടുത്ത് അത് പിന്നീട് കല്ലുകൾ കൊണ്ട് ഇടിച്ച് ചതച്ച് ഒന്നുകൂടെ മിനുസപ്പെടുത്തി ഉണ്ടാക്കുന്നതാണ് അക്കാലഘട്ടത്തിലെ പേപ്പൈറസ് അല്ലെങ്കിൽ പാപ്പിറസ് എന്ന് പറയുന്ന ഈ സംഗതി. അങ്ങനെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഇതേ രൂപത്തിൽ കിട്ടും. അങ്ങനെ അന്തിമമായി ഇതേ ഫോമിലേക്കൊക്കെ അത് എത്തുന്നു. ഇത്തരം ഈ ചെടിയുടെ ഈ പത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഖുർആനും അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളും ധാരാളമായി എഴുതിയിരുന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം ഇന്നും ഈജിപ്തിന്റെ ഖർമൂസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇന്നും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ, എന്നാൽ വളരെ മാനുവലായി ഈ സംഗതി ഇന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. ആ സംഗതി നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ സംഗതി കാണാൻ കഴിയും. അല്ലെങ്കിൽ വറക്കുൽ ബർദി അൽ ബുർദി എന്ന് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈജിപ്തിൽ ഇന്നും അത് മാനുവലായി ഇത്തരം പേപ്പറുകൾ അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എഴുതുവാനുള്ള മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സംഗതിയെ ഒന്നും നിഷേധിക്കുന്നതിൽ, ഇതെന്തുകൊണ്ടാണ് ഈ സംഗതിയൊക്കെ നിഷേധിക്കുന്നു എന്ന് നാം പറയുന്നത് എന്നുള്ളതിന് അവസാനം ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അത് കഴിഞ്ഞ ക്ലാസിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴായപ്പോഴത്തേക്കും ഈ ഭ്രംശിത സംഘത്തിന്റെ നേതാവിന് ചെറിയ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് വരെ അവർക്ക് പേപ്പർ വിട്ടിട്ട് ഒരു കളിയുമില്ലായിരുന്നു. പേപ്പറിൽ മാത്രമാണ് ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടത്, ഉല്ലേഖനം ചെയ്യപ്പെട്ടത് എന്ന കഥ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴായപ്പോഴേക്കും ചെറിയ മാറ്റം വരികയും ഈ മൂപ്പർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേൾപ്പിച്ച് തന്ന ക്ലിപ്പിൽ ചെറുതായിട്ട് പേപ്പർ എന്ന് പറയുന്നതിന് ഇടക്കോടെ അല്ലെങ്കിൽ ഇടയിൽ തുകൽ എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അൽഹംദുലില്ലാ ഒരു നല്ല പുരോഗതിയാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് പേപ്പൈറസ് എന്ന് പറയപ്പെടുന്ന ഇത്തരം ഒരു പ്ലാന്റിന്റെ തണ്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ടാണ് അധികവും എഴുതിയിരുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതിന് അറബിയിൽ ബുർദി എന്നും അല്ലെങ്കിൽ ബർദി എന്നും പറയും, അല്ലെങ്കിൽ വറക്കുൽ ബർദി എന്നും പറയാറുണ്ട്. ഇനി അടുത്തതായിട്ട് മറ്റൊരു സംഗതി. അപ്പോൾ ഇത് ഒന്നാമത്തെ മീഡിയ ആയിരുന്നു അക്കാലഘട്ടത്തിൽ എഴുതുവാനുള്ളത്. ഇനി രണ്ടാമത്തേത് ഫാബ്രിക്കാണ്. അതിന് ഖിമാഷ് എന്ന് പറയും. അഖ്മിഷ, ഖിമാഷ്, തുണിത്തരം. ഇങ്ങനെ തുണികളിലും അന്ന് എഴുതിയിരുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരുന്ന തുണികൾ 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പട്ട് തുണികളാണ്. പട്ട് ഹദീസിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പട്ട് തുണികളാണ്. രണ്ടാമത് എഴുതിയിരുന്നത് കോട്ടൺ തുണികളാണ്. ഇതിൽ തന്നെ പട്ട് തുണികൾക്ക് വില കൂടുതലാണ്. സ്വാഭാവികമായി നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വലിയ വലിയ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വലിയ കാര്യമാത്ര പ്രസക്തമായ ഡോക്യുമെന്റ്സ് ഒക്കെ അക്കാലഘട്ടത്തിൽ എഴുതിയിരുന്നത് പട്ടുതുണികൾ, എഴുതുവാൻ വേണ്ടി പട്ടുതുണികൾ ഉപയോഗിച്ചിരുന്നു. അപ്പോഴൊക്കെ നാം അടിവരയിട്ട് മനസ്സിലാക്കണം,
ഇങ്ങനെ പട്ടുതുണി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ, ഒന്നും ഒന്നിലും ക്ലിപ്തപ്പെടുത്തരുത്. ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പട്ടുതുണികളും ഉപയോഗിച്ചിരുന്നു. ഈ സംഭവം സബഉൽ മുഅല്ലഖാത്തിനെ കുറിച്ച് ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾപ്പിച്ചിരുന്നു. അപ്പൊ സബഉൽ മുഅല്ലഖാത്തൊക്കെ ഇതുപോലെ പേപ്പറിൽ കഅബയിൽ കെട്ടിത്തൂക്കി എന്നാണ് പറഞ്ഞത്. എന്നാൽ സബഉൽ മുഅല്ലഖാത്ത് എഴുതുവാൻ വേണ്ടി അധികവും ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ഫാബ്രിക്കാണ്, ഖിമാഷ. ഈ ഖിമാഷിൽ തന്നെ സബഉൽ മുഅല്ലഖാത്തിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് അധികവും പട്ടുതുണിയിലാണ്. ഈ പട്ടുതുണിക്ക് തന്നെ പറയുന്ന മറ്റൊരു അറബിക് പേരാണ് മഹാരിത്ത്. ഇത് മഹർ കർദ് എന്ന പേർഷ്യൻ വേർഡിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതായത് പട്ടുതുണിയുടെ കഷ്ണങ്ങൾ എന്നാണ് അതിനർത്ഥം. ഈ പേർഷ്യൻ വേർഡ് മഹർ കർദിനെ ഒറ്റവാക്കാക്കി അറബികൾ ഉപയോഗിച്ചു മഹാരിത്ത്. ഈ മഹാരിക്ക് എന്നുള്ള പദപ്രയോഗം തിബ്രീസിയുടെ ഗ്രന്ഥത്തിലും ഖാമൂസിലും, അതുപോലെ ഈവൻ നാം കേട്ടിട്ടുണ്ടാവും ജാഹിദിനെ കുറിച്ച്. ജാഹിദിന്റെ കിതാബുൽ ഹയവാനിൽ വരെ ഈ മഹാരിത്തിനെ കുറിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ജാഹിദ് കിതാബുൽ ഹയവാനിൽ പറയുകയാണ്, ഇത് അങ്ങേര് പറയുന്ന പോലെ നമ്മൾ വെറുതെ തള്ളിവിടുകയല്ലല്ലോ ഓരോ തെളിവും. അതായത് ഇത് കിതാബുൽ ഹയവാൻ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നിട്ട് കിതാബുൽ ഹയവാനിൽ ജാഹിദ് പറയുകയാണ്, മഹാരിത്ത് എന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് പറയപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ മതഗ്രന്ഥമായിരിക്കണം, അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉല്ലേഖനം ചെയ്യപ്പെട്ടതായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് മഹാരിത്ത് എന്ന് പറയപ്പെടാവുന്നുള്ളൂ. അല്ലാത്തതൊന്നും മഹാരിത്തല്ല, അല്ലാത്തതൊന്നും മഹാരിത്തിൽ എഴുതുകയുമില്ല. അപ്പൊ ഇത് മഹാരിക്കിന്റെ പ്രത്യേകതയാണ്. അതായത് പട്ടുതുണിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുണി കഷ്ണങ്ങളിൽ അന്ന് എഴുതിയിരുന്നു. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ സബഉൽ മുഅല്ലഖാത്ത് പേപ്പറിൽ അവിടെ കൊണ്ടുവന്ന് കഅബയിൽ കെട്ടിത്തൂക്കി എന്നാണല്ലോ പറയുന്നത്. എന്തെങ്കിലും ഒരു തെളിവ് ഈ പറയുന്നതിനുണ്ടോ? വെറുതെ ഇങ്ങനെ പറയുക എന്നുള്ളതല്ലല്ലോ ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുമ്പോൾ ചെയ്യേണ്ടത്. എന്നാൽ സബഉൽ മുഅല്ലഖാത്ത് എന്ന കവിതകൾ 7 അറേബ്യൻ ജാഹിലി കവികൾ എഴുതിയതും അത് കഅബയിൽ കെട്ടിത്തൂക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഅല്ലഖാത്ത് എന്നതിന് പറയപ്പെടുന്നത്. ഈ മുഅല്ലഖാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ കെട്ടിത്തൂക്കിയിടപ്പെടുമ്പോൾ സാധാരണഗതിയിൽ പേപ്പറിനേക്കാളും ഇങ്ങനെ കെട്ടിത്തൂക്കിയിടപ്പെടാൻ പറ്റുന്നത് ഈ പട്ടുതുണികയോ അല്ലെങ്കിൽ ഞാനിവിടെ ആദ്യം ചൂണ്ടിക്കാണിച്ച പേപ്പൈറസോ ആണ്, അല്ലെങ്കിൽ പാപ്പറസ് ആണ്. ഇനി സബഉൽ മുഅല്ലഖാത്തിനെ കുറിച്ച് മുഅല്ലഖാത്ത് തന്നെ എന്താണ് പറയുന്നത്? സബഉൽ മുഅല്ലഖാത്തിലെ 7 കവികളിൽ ഒരു കവിയായ ഹാരിസ് ഇബ്നു ഹൽസ അദ്ദേഹത്തിന്റെ ഒരു മുഅല്ലഖാത്തിൽ തന്നെ പറയുന്നുണ്ട്, വഹൽ യുൻഖിദുൽ മഹാരിഖ അൽ അഹ്വാഉ, ഹൽ യുൻഖിദുൽ മഹാരിഖ അൽ അഹ്വാഉ. അതായത് നാം മഹാരിഖുകളിൽ എഴുതി വച്ചിരിക്കുന്ന മഹത്തായ ഈ കാര്യങ്ങൾ ഏതെങ്കിലും താന്തോന്നിത്തം കൊണ്ട് അത് തകർക്കപ്പെടാൻ പറ്റുമോ? ഇത് സബഉൽ മുഅല്ലഖാത്തിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഇന്ന് ലഭ്യമായ സബഉൽ മുഅല്ലഖാത്തിലുണ്ട്. ഈ മഹാരിക്കിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ദർശനങ്ങൾ ഏതെങ്കിലും താന്തോന്നിത്തം കൊണ്ട് തകർക്കപ്പെടാൻ പറ്റുമോ എന്ന്. അപ്പൊ മഹാരിക്ക് അഥവാ ഈ പട്ടു തുണികളിൽ തന്നെയാണ് മുഅല്ലഖാത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിന് മുഅല്ലഖാത്ത് തന്നെ സെൽഫ് പ്രൂഫാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടാമതായിട്ട് അന്നവർ ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയമാണ് എഴുത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പാപ്പൈറസ്, അതുപോലെ മറ്റൊന്ന് തുണി. ഇനി മൂന്നാമത്തെ മറ്റൊരു മീഡിയമാണ് തുകൽ. ഈ സംഗതിയൊക്കെ ആദ്യം ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും കേൾക്കുമ്പോൾ വളരെ ഈർഷ്യയായിരുന്നു. തുകലിൽ എഴുതുകയോ? അതുകൊണ്ട് പേപ്പർ വിട്ടിട്ടൊരു കളിയില്ലായിരുന്നു അന്നൊക്കെ. പേപ്പർ വിട്ടൊരു കളിയേ ഇല്ലായിരുന്നു. ഞാൻ കേൾപ്പിച്ചു തരാം അതിന്റെ ക്ലിപ്പ്. ഇതിന്റെ ലാസ്റ്റിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ നഷ്ടപ്പെടുമല്ലോ. ഇനി മൂന്നാമതായിട്ട് അക്കാലഘട്ടത്തിൽ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് തുകലാണ്. അത് കേവലം ഒരു മൃഗത്തെ അറുത്തിട്ട് അതിന്റെ തുകലെടുത്തുകൊണ്ട് എഴുതുകയല്ല, അതിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്. അത് പ്രോസസ് ചെയ്ത് അതിന് അൽ ജിൽദുൽ മദ്ബൂഗ് എന്ന് അറബിയിൽ പറയും, ഊറക്കിടപ്പെട്ടത് എന്ന്. അത് അതിൻ്റെതായ പ്രോസസ്സിംഗ് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നു. അത് ആദ്യം ഉണക്കുന്നു, ഉണക്കിയ ശേഷം അതിന്റെ രോമങ്ങൾ ചുരണ്ടിക്കളയുന്നു, അതിനുശേഷം പ്രത്യേക ലായനിയിലിട്ട് അതിന്റെ എണ്ണമയങ്ങൾ കളയുന്നു, വീണ്ടും എടുത്ത് ഉണക്കുന്നു, ഉണക്കിയ ശേഷം
നല്ല പരന്ന കല്ലുകൊണ്ട്, അന്ന് ഇതുപോലത്തുള്ള സംവിധാനങ്ങളോ ടൂൾസുകളോ ഇല്ലല്ലോ, നല്ല പരന്ന കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഇടിച്ചിടിച്ച് പരത്തി നല്ല ഷേപ്പിലാക്കുന്നു. അതിനുശേഷം ഈ തുകലുകളിൽ എഴുതുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന തുകലുകൾക്ക് പറയുന്ന പേരാണ്, ഈ പ്ലാന്റിന്റെ ഇതുകളിൽ എഴുതപ്പെടുന്നതിന് പാപ്പൈറസ് എന്ന് പറയുമെങ്കിൽ തുകലുകൾക്ക് പാർച്ച്മെന്റ് എന്ന് പറയും. പാർച്ച്മെന്റ്. ഇതിന് അറബിയിൽ പറയുന്ന ഒരു പേരാണ് റഖ്. റഖ് എന്ന് അറബിയിൽ പറയും. അപ്പോൾ ഇങ്ങനെ പാർച്ച്മെന്റുകളിലും ഈ സംഗതി അന്ന് കൃത്യമായി എഴുതിയിരുന്നു. ഇങ്ങനെ എഴുതപ്പെട്ട പാർച്ച്മെന്റുകൾ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊട്ടുടനെയുള്ള കാലഘട്ടങ്ങളിൽ നിരവധി സംഭവങ്ങൾ പാർച്ച്മെന്റിൽ എഴുതിയിട്ടുണ്ട്. ഇത് പ്രവാചകന് മുൻപുള്ള കാലഘട്ടത്തിലും പാർച്ച്മെന്റിൽ അനവധി ഡോക്യുമെന്റുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ, ന്യൂ ടെസ്റ്റമെന്റ് പാർച്ച്മെന്റിൽ എഴുതിയിട്ടുണ്ട്. ബൈബിളിന്റെ അകത്ത് തന്നെയുണ്ട്. അത് പിന്നീട് കാണിക്കാം. ഈ ആളുകൾ സർവവേദ സത്യവാദികൾ എന്നാണല്ലോ പറയാറ്. അപ്പൊ സർവവേദ സത്യവാദികൾക്ക് ഇനി ഇതിനൊന്നും നിഷേധിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു സത്യത്തിൽ. പക്ഷെ ഈ കാര്യമൊന്നും അറിയില്ല, അങ്ങനെ അന്ധമായി നിഷേധിച്ചു പോയതാ. ഇരിക്കട്ടെ. അപ്പോൾ പാർച്ച്മെന്റിനെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ പാർച്ച്മെന്റിൽ എഴുതിയ ഖുർആനുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിന് തൊട്ടുടനെയുള്ള ശേഷം മുതൽ ഉള്ളത് ഇന്നും നമുക്ക് ലഭ്യമാണ്. പാർച്ച്മെന്റും പേപ്പൈറസും തമ്മിലുള്ള വ്യത്യാസം, പേപ്പൈറസ് അധിക കാലം നീണ്ടു നിൽക്കില്ല. ഏകദേശം ഒരു 100 വർഷമോ 150 വർഷമോ ഒക്കെ അതിന്റെ ആയുസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും അത് സ്വയം നശിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ആ ചെടിയുടെ തണ്ട് നമ്മൾ കണ്ടതാണല്ലോ. ആ സമയം അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി പ്രോസസ് ചെയ്തെടുക്കുന്നതാണ് ഈ പാർച്ച്മെന്റ് എന്നുള്ളത് കൊണ്ട് അത് ദീർഘകാലം നിലനിൽക്കും. മാത്രവുമല്ല, ഈ പാർച്ച്മെന്റിന്റെ 2 പുറങ്ങളിലും എഴുതുകയും ചെയ്യാം. പേപ്പൈറസ് ഒറ്റ പുറത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇങ്ങനൊരു വ്യത്യാസം രണ്ടിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർച്ച്മെന്റിൽ എഴുതിയിരിക്കുന്ന ഖുർആൻ ഇന്നും, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പാർച്ച്മെന്റിൽ നിലനിൽക്കുന്ന ഖുർആനിന്റെ കോപ്പികൾ ഇന്നും ലോകത്ത് ലഭ്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7 കോപ്പികൾ എടുത്ത് ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അയച്ചു എന്നുള്ളതാണല്ലോ ചരിത്രം. അപ്പോൾ അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയച്ച കോപ്പികൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കോപ്പികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അത് എവിടെയാണ്, അതിന്റെ കോപ്പി എന്താണ്, അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്. അന്നത്തെ എഴുത്തിന് വവൽസുകൾ ഇല്ലായിരുന്നു. അതുപോലെ അതിന്റെ ആ ലെറ്റേഴ്സിൽ ഇന്ന് നാം കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യുന്ന അറബിക് ലെറ്റേഴ്സ് ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന് പുള്ളികളില്ലായിരുന്നു. ഹർക്കത്ത്, ഫത്ഹ, കെസ്റ, ലമ്മ, സുക്കൂൻ, ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പിൽക്കാലത്ത് വന്നു ചേർന്നതാണ്. ഓരോ ഭാഷയും അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ ഭാഷയും അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഈ ഹർക്കത്തിന്റെയും ഫതഹിന്റെയും പുള്ളിയുടെയും വിഷയത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു 1-2 സംഗതികൾ, ഇമേജുകൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാർച്ച്മെന്റ് കണ്ടോ? ഇത് സാധാരണഗതിയിൽ ആട് അല്ലെങ്കിൽ മാട്, അതായത് പശു അല്ലെങ്കിൽ പിന്നെ ചെറിയ മാൻപേട, അപ്പൊ ഇത്തരത്തിലുള്ള ജീവികളുടെ തൊലിയാണ് അല്ലെങ്കിൽ തുകലാണ് ഇതുപോലെ എടുക്കാറുള്ളത്. ഇതിനാണ് പാർച്ച്മെന്റ് എന്ന് പറയുക. അത് പ്രോസസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ആക്കിയെടുക്കാൻ കഴിയും. അത് ഈ പറഞ്ഞ പ്രോസസ്സിങ്ങിനൊക്കെ വിധേയമായി അത് ഇതുപോലെ നല്ല തൂവൽ കൊണ്ട് എഴുതാൻ കഴിയുന്ന വിധത്തിൽ ഈ രൂപത്തിൽ അതായി കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ പാർച്ച്മെന്റിൽ എഴുതപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ആണ്, അഥവാ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഇന്ന് താഷ്കന്റ് മ്യൂസിയത്തിൽ നിലവിലുള്ള ഈ മാനുസ്ക്രിപ്റ്റ്. കണ്ടോ? ഇത് വ്യത്യസ്ത തുകലുകൾ അടക്കി വച്ചിരിക്കുന്ന ഒരു ഖുർആനിന്റെ കോപ്പിയാണ്. വ്യത്യസ്തമായ തുകലുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അട്ടിയിട്ട് വച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മാനുസ്ക്രിപ്റ്റ് ആണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കയ്യെഴുത്ത് പ്രതിയാണിത്. ഇനി ഈ കയ്യെഴുത്ത് പ്രതിയുടെ ഉള്ളിൽ ഉള്ള ഓരോ പേജിനകത്തുള്ള ലെറ്റേഴ്സും അതിന്റെ എഴുത്തിന്റെ രൂപങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് കാണാം.
ഇതാണ് ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ പേജിലുള്ളത്. അല്ലാഹി മൻ ആമന ബിഹി വതബൂനഹ ഇവജൻ വസ്കുറു ഇദ് കുൻതും എന്ന് തുടങ്ങുന്ന ഖലീലൻ ഫകസ്സറക്കും. കണ്ടോ? ഫകസ്സറക്കും ഫകസ്സറക്കും. ഫാഇന് പുള്ളിയില്ല, സാഇന് 3 ഡോട്ടില്ല. ഫകസ്സറക്കും. വൻളുറു വൻളുറു, നൂനിന് പുള്ളിയില്ല, ലാഇന് പുള്ളിയില്ല. വൻളുറു കൈഫ കൈഫ, കാഫ് യാ ഫ, കൈഫ കൈഫ കാന, കാന ഇത് നൂനാണ്. ആഖിബത്തുൽ മുഫ്സിദീൻ, ആഖിബ കണ്ടില്ലേ? ആഖിബ ഖാഫ് ബാ ത, ആഖിബത്തുൽ മുഫ്സിദീൻ. മീം ഫാ സീന് ദാല് യാ നൂന്, യാ ഇത് നൂൻ ഇത്. അപ്പോൾ ഈ സംഗതികൾ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? അക്കാലഘട്ടത്തിലുള്ള സ്ക്രിപ്റ്റുകൾ, ലെറ്റേഴ്സ് എങ്ങനെയായിരുന്നു എന്ന് തുടങ്ങിയുള്ള സംഗതികളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം താഷ്കന്റ് മാനുസ്ക്രിപ്റ്റ് തുകലിൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ചോദ്യത്തിലേക്കാകാം. അപ്പോൾ ഇങ്ങനെ തുകലിലാണ് മൂന്നാമതായിട്ട് ഇത് എഴുതപ്പെട്ടിരുന്നത്. ഇനി അടുത്തത് മറ്റൊരു കോപ്പി. ഇപ്രകാരം തുകലിൽ എഴുതപ്പെട്ട മറ്റൊരു മാനുസ്ക്രിപ്റ്റ് ഇന്ന് തുർക്കിയിലാണ്. ടോപ്പ് കാപ്പി മ്യൂസിയം അറ്റ് തുർക്കി, തുർക്കിയുടെ ഈസ്താംബുളിലുള്ള ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുള്ള ഈ മാനുസ്ക്രിപ്റ്റ്, ഇതും ഖുർആൻ പൂർണ്ണമായുള്ള ഒന്നാണ്. ഇങ്ങനെ ഈ 2 ഖുർആനുകളും പൂർണ്ണമായും തുകലിൽ എഴുതപ്പെട്ട മാനുസ്ക്രിപ്റ്റുകളായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അതേ കാലഘട്ടത്തിൽ വിരചിതമായതെന്ന് കരുതപ്പെടുന്ന മാനുസ്ക്രിപ്റ്റുകളായി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ മാനുസ്ക്രിപ്റ്റുകൾക്ക് പുള്ളിയും ഹറക്കത്തും ഇട്ട മുസ്ഹഫുകളാണ് ഇന്ന് നമ്മുടെ കൈവശം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി അടുത്ത മറ്റൊരു വിഷയം, മാനുസ്ക്രിപ്റ്റുകളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇന്ന് ലോകത്ത് ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ച താഷ്കന്റ് അതുപോലെ ടോപ്പ് കാപ്പി മാനുസ്ക്രിപ്റ്റുകളെക്കാളൊക്കെ കൂടുതൽ കൃത്യമായി കാലനിർണയം ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റ് ഒരു ഫ്രാഗ്മെന്റ് മാനുസ്ക്രിപ്റ്റ് ആണ് ഇന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയുടെ ശേഖരത്തിലുള്ള മാനുസ്ക്രിപ്റ്റ് ശേഖരത്തിലുള്ള ചില ഫ്രാഗ്മെന്റുകൾ. അതായത് സൂറത്ത് അൽ കഹ്ഫ്, സൂറത്ത് താഹ, സൂറത്ത് മറിയം. അൽ കഹ്ഫ്, താഹ, മറിയം എന്നീ 3 സൂറത്തുകളുടെ ചില ആയത്തുകൾ ഉൾക്കൊള്ളുന്ന 2 ലീഫുകളാണ് ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മാനുസ്ക്രിപ്റ്റ് വേറെ ചില മാനുസ്ക്രിപ്റ്റുകളോടൊപ്പം ചേർത്ത് വെക്കപ്പെട്ടിരുന്നു, അതിന്റെ കാലമോ കാര്യമോ കഥയോ അറിയാതെ. അങ്ങനെ PhDക്ക് വേണ്ടി ഒരു സ്റ്റുഡന്റ് വന്നപ്പോൾ ഈ വിഷയത്തിൽ ആ സ്റ്റുഡന്റ് ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ഈ 2 ലീഫിലുള്ള സ്ക്രിപ്റ്റുകളുടെ വ്യത്യാസം അവർ ശ്രദ്ധിക്കുകയും അങ്ങനെ ശ്രദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2015 ജൂലൈ മാസത്തിൽ, ഏത് കാലപ്പഴക്കമൊന്നുമില്ല, കേവലം 5 വർഷം മുമ്പാണ്, 2015 ജൂലൈ മാസത്തിൽ അവർ അവരുടെ ആവശ്യപ്രകാരം ഈ 2 ലീഫുകൾ റേഡിയോ കാർബൺ അനാലിസിന് വിധേയമാക്കുകയുണ്ടായി. റേഡിയോ കാർബൺ അനാലിസിസിനുള്ള ഫെസിലിറ്റീസ് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ 2 ലീഫുകളെ കൃത്യമായി കാർബൺ അനാലിസിന് വിധേയമാക്കുകയും അങ്ങനെ 95.4% ആക്യുറസിയോടുകൂടി ഈ 2 ലീഫുകളുടെ കാലാവധി അവർ നിർണയിച്ചു. അങ്ങനെ നിർണയിച്ച അതിന്റെ കാലാവധിയാണ് ഈ കാണുന്നത്. AD 568-നും 645-നും ഇടയ്ക്കുള്ളതാണ് ഈ 2 ലീഫുകൾ എന്ന് കൃത്യതയോടെ അവർ അതിന്റെ കാലാവധി നിർണയിക്കുകയുണ്ടായി. ഈ കാലം വളരെ പ്രധാനമുള്ളതാണ്, 568, 645. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം 571-ഉം 632-ഉമാണ്. കണ്ടോ? ഈ കണ്ടുകിട്ടിയെടുത്തിരിക്കുന്ന ഈ മാനുസ്ക്രിപ്റ്റ് ഇന്ന് നിലവിലുള്ള
പരിശുദ്ധ ഖുർആനിന്റെ കോപ്പിയുമായി യാതൊരു വ്യത്യാസവും ഇല്ലാത്തതുമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഈ വിഷയത്തിലും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചോദ്യോത്തര സെഷനിലേക്ക് വരാം. അരമണിക്കൂർ കൊണ്ട് നിർത്തണം എന്നാണ് കരുതിയിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി അധികം താമസിയാതെ നിർത്തും ചോദ്യോത്തരത്തിനുള്ള ചാൻസിന് വേണ്ടിയിട്ട്. ഇതാണ് അതിന്റെ യഥാർത്ഥ കോപ്പി, ആ മാനുസ്ക്രിപ്റ്റ്. കണ്ടില്ലേ, ഇത് ആദ്യം കാണിച്ച താഷ്കന്റ് മാനുസ്ക്രിപ്റ്റിൽ നിന്നും ഇതിന്റെ ലെറ്റേഴ്സിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് കൃത്യമായി നോക്കുന്ന ഈ വിഷയത്തിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഇതിനെ വ്യത്യാസപ്പെടുത്തി പറയുന്നത് ഇത് ഹിജാസി സ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ അൽ ഖത്തുൽ ഹിജാസി എന്ന് പറയും. ആദ്യത്തേതിന് അൽ ഖത്തുൽ കൂഫി എന്ന് പറയും. ഒന്ന് കൂഫി സ്ക്രിപ്റ്റ് ആണ്, മറ്റൊന്ന് ഹിജാസി സ്ക്രിപ്റ്റ് ആണ്. ഇനി അതുപോലെ മഷ്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മൊറോക്കൻസിന്റെ മറ്റൊരു സ്ക്രിപ്റ്റും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത സ്ക്രിപ്റ്റുകളിൽ ഖുർആൻ അക്കാലഘട്ടത്തിൽ എഴുതിയിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഉണ്ടോ? ഇതാണ്. ഇനി ഈ വിഷയത്തിൽ BBC-യുടെ ന്യൂസ് ഇതിങ്ങനെ 2015 ഈ സംഗതി കണ്ടെത്തിയപ്പോൾ അവർക്ക് വളരെ അത്ഭുതമായിരുന്നു. അവർ തന്നെ ചിന്തിച്ചിട്ടില്ല ഈ ബെർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റുകളുടെ ഇടയിൽ പ്രവാചകന്റെ കാലത്തോളം ചെന്ന് നിൽക്കുന്ന 2 ലീഫുകൾ ഉണ്ടാകുമെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ഈ ഒരു സ്റ്റുഡന്റ് PhD സ്കോളർ അവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെട്ട് ഈ സംഗതി പരിശോധിച്ചപ്പോൾ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തേക്ക് വരെ ഇതിന്റെ കാലാവധി നീളുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് അവർക്ക് തന്നെ ഒരു അത്ഭുതമായി. ആ സംഭവം BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിന്റെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തുകല് എന്ന് കേൾക്കുമ്പോഴൊക്കെ ഈർഷ്യ ഉണ്ടാകുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. One of the oldest fragments of the Quran ever discovered. It's written on parchment, most likely made from sheep or goat skin. You're looking at one of the oldest fragments of the Quran ever discovered. It's written on parchment, most likely made from sheep or goat skin, and it's been dated by experts. ഈ ഭാഗം അത് കൃത്യമായി പറയുന്നുണ്ട്. മോസ്റ്റ് ലൈക്ലി ഇറ്റ്സ് മെയ്ഡ് ഫ്രം ഷീപ്പ് ഓർ ഗോട്ട് സ്കിൻ. ഷീപ്പിന്റെയോ ഗോട്ടിന്റെയോ, അതായത് ആടിന്റെയോ ചെമ്മരിയാടിന്റെയോ തൊലിയിൽ നിന്നാണ് ഈ മാനുസ്ക്രിപ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് തുടക്കത്തിൽ പറയുന്നു. ഇത് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകൂടെ റീപ്ലേ ചെയ്യാണ്. Ever discovered. It's written on parchment, most likely made from sheep or goat skin, and it's been dated by experts as being more than 1300 years old. And that makes it among the earliest known fragments of the Quran anywhere in the world. And it's here in the University of Birmingham. This remarkable document had been resting on the shelves of the university library for decades without anybody realising just how old it was, until a researcher decided to take a closer look. ആരും ഈ സംഗതി തിരിച്ചറിഞ്ഞില്ല. ഈ ഒരു റിസർച്ചർ, അവരുടെ പേര് അൽബ ഫദേലി എന്നാണ്. അൽബ ഫദേലി എന്ന ഒരു റീസർച്ച് സ്കോളർ വന്ന് ഈ സംഗതി കണ്ടെത്തുന്നത് വരെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നുള്ള സംഗതി നാം ഒന്നുകൂടെ. Dated by experts as being more than 1300 years old. And that makes it on anywhere in the world. And it's here in the University of Birmingham. This remarkable document had been resting on the shelves of the university library for decades without anybody realising just how old it was, until a researcher decided to take a closer look. The pages were radiocarbon dated to no later than the year 645, which means the university has found one of the very earliest known examples. Finding out that we had one of the oldest fragments of the Quran in the whole world was fantastically exciting, individually and for the university as well. I mean, we were expecting it to be early, but we did not, I think, in our wildest dreams, expect that it would roughly correlate to the lifespan of the Prophet Muhammad, which makes it an incredibly early Quranic fragment. The manuscript had been stored here in a collection of Middle Eastern documents brought to Birmingham in the 1920s. Academics here say that this discovery goes back to the earliest years of Islam. The person who actually wrote it may well have known the Prophet Muhammad. No, the person who wrote this one, അത് പ്രോഫറ്റ് മുഹമ്മദിനെ വളരെ കൃത്യമായി അറിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ഡേവിഡ് തോമസ്, ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച ആ പാർച്ച്മെന്റ് കണ്ട് പഠിച്ച ശേഷം പറയുകയാണ്.
ഓക്കെ, അത് അല്പം കൂടെ നമുക്ക് മുന്നോട്ട് കേൾക്കാം. He would have seen him probably. He would maybe have heard him preach. He may have known him personally. And that really is quite a thought to conjure with. This is an exceptionally rare and valuable discovery, and the university says it will be put on public display. It has no intention of letting these pages from world history leave Birmingham. Sean Coughlin, BBC News. ഇനി ഇത് കുറച്ചുകൂടെ മുന്നോട്ടുണ്ട്. ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിലൊന്ന് നോക്കിയാൽ കിട്ടും. ഇൻഷാ അല്ലാഹ് ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തുകലിൽ എഴുതിയെന്ന് മാത്രമല്ല, എഴുതിയിരിക്കുന്ന പാർച്ച്മെന്റിന്റെ കോപ്പികൾ ഇന്നും ലോകത്ത് പരിശുദ്ധ ഖുർആൻ അനശ്വരമായി പ്രവാചകൻ കൈമാറ്റം ചെയ്ത അതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ജീവിക്കുന്ന തെളിവായി പോലും ഇന്നും അത് ലഭ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ കാണിച്ചത്. ഇതിങ്ങനെ പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇത്ര കൃത്യമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളും വസ്തുതകളുമാണ് ആയിരിക്കെ, ഇത് ഇത്ര സത്യമായിരിക്കെ, വസ്തുതയായിരിക്കെ, ഈ സംഗതികളെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഈ ഭ്രംശിത സംഘം മുന്നോട്ട് വരുന്നത് എന്നുള്ളത് എത്രമാത്രം ദുഃഖകരമായ ഒന്നാണ്. അല്ലെങ്കിൽ ഇവരുടെ കഥയില്ലായ്മ, കണ്ണിൽ കാണുന്നതിനെ ഒക്കെ നിഷേധിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അതൊരു തരം ഫാലസിയാണ്. ഇൻവിസിബിൾ ഇഗ്നോറൻസ് ഫാലസി എന്നതിനെ കുറിച്ച് പറയാം. അപ്പോ ഇതിനകത്തുള്ള മറ്റൊരു സംഗതി, ഇനി സഹോദരന്മാർ, ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന ഈ ആളുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകൾ. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കാട്ടോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ 10 കൽപ്പന കേൾക്കാത്ത നമ്മളിൽ ആരും ഉണ്ടാവില്ലല്ലോ. തീരെ ചെറിയ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിലും ഉണ്ട്. എന്നാൽ ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും കൃത്യമായിക്കൊള്ളുന്നില്ല. ഈ 10 കൽപ്പനകൾ എഴുതിയത് എന്തിലാ? വകതബ്നാ ലഹു ഫിൽ അൽവാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് നൽകപ്പെട്ടതായിട്ട് ബൈബിളിൽ കൃത്യമായി പലയിടത്തും പറയുന്നുണ്ട്. ഈ 10 കൽപ്പനകൾ എഴുതപ്പെട്ടത് എന്തിലാണ്? ആർക്കെങ്കിലും പറയാമോ? അല്ലെങ്കിൽ എനി ഐഡിയ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശിലാഫലകത്തില് എന്ന് തഫ്സീറുകളിൽ ചിലതിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെ? കല്ലിന്റെ ഫലകത്തിലായിരുന്നു എന്ന്. യെസ്, വെരി ഗുഡ്. തന്റെ ഉടമ്പടി ഇതാ, ഇത് ബൈബിളാണ്, കാത്തലിക് ബൈബിളാണ്. ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് വായിക്കാം. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. 2 കൽപ്പലകളിൽ 2 കൽപ്പലകകളിൽ 2 കല്ലുകളിൽ അവ എഴുതി തന്നു എന്നാണ്. അപ്പോ ഇതിന്റെ അർത്ഥം, ഇനി ഇത് വായിച്ചിട്ട് കല്ലുകളിൽ എന്തിനാ എഴുതിയെന്ന് വെച്ചുകൊണ്ട് നിഷേധിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരമായിരുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു സംഗതിയുണ്ട്. അന്നും ഈ പ്ലാന്റ് അവിടെ ഇല്ലേ? ആ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് ചെറുതായിട്ട് അക്കാലഘട്ടത്തിൽ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഏത് പ്ലാന്റാ? പെപ്പൈറസ് എന്ന് ഞാൻ പറഞ്ഞ പ്ലാന്റ് BC 2700 ഫാരോയുടെ കാലം മുതൽ ഉപയോഗം ഉണ്ടെന്നാണ്. ഫാരോയുടെ കാലവും മോസസിന്റെ കാലവും സെയിം ആണല്ലോ. പിന്നെ അന്ന് പെപ്പൈറസിൽ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. അത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള സംഗതി പറയുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. ഇനി ഇതിനെ നിഷേധിക്കാന്ന് വെച്ചാൽ ഒരാള്, അപ്പോൾ ഈ ചരിത്ര വസ്തുതകളൊക്കെ നിഷേധിക്കല. എന്നാൽ ഇവർ തന്നെ പറയും ഞങ്ങൾ സർവ്വവേദ സത്യവാദികളാണെന്ന് പറയും. എന്നാൽ പരിശുദ്ധ ഖുർആനോട് പറഞ്ഞിട്ടില്ല ഇത് കല്ലിലാണ് കംപ്ലീറ്റ് എഴുതി വെച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഹദീസിന്റെ വിഷയം ഹദീസ് അല്ല, ഹദീസ് ഗ്രന്ഥത്തിൽ വന്ന റിപ്പോർട്ടാണ്. ഹദീസ് വേറെ, ഹദീസ് ഗ്രന്ഥത്തിൽ വന്ന റിപ്പോർട്ടുകൾ വേറെ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിഷയം തുടക്കം മുതൽ പറയുമ്പോഴൊക്കെ
ഇവിടെ പറയപ്പെട്ടത് ഹദീസ് ഗ്രന്ഥത്തിൽ വന്ന റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. അത് ഹദീസ് അല്ല ഈ വിഷയം. ഹദീസ് ഗ്രന്ഥത്തിൽ വന്ന ചരിത്ര റിപ്പോർട്ടുകളാണ്. അപ്പൊ അതൊരു ഹദീസായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയുമാണ്. അപ്പൊ ഇത് എങ്ങനെ എഴുതി എന്നുള്ള സംഗതി ചില ചരിത്രമാണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോ വായിച്ചത് ആവർത്തന പുസ്തകത്തിന്റെ 14-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ഇനി ഇതുപോലെ തന്നെ അത് പഴയ നിയമമാണ്. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഉണ്ട്. സെന്റ് പോൾ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. സെന്റ് പോളാണ് ജീസസിന് ശേഷം സെന്റ് പോൾ എഴുതിയ 2-ാം ലേഖനം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഇന്ന പട്ടണത്തിൽ ചെല്ലുമ്പോൾ, ഇദ്ദേഹം പറയാണ്, ഇന്ന പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള എന്റെ വസ്ത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്റെ വസ്ത്രത്തിനോടൊപ്പം എന്റെ പുസ്തകങ്ങളും കൊണ്ടുവരണം. എന്നിട്ട് അറബിക് ബൈബിൾ എടുത്ത് ഞാൻ ഇന്നലെ രാത്രി ഒന്ന് മറിച്ചു നോക്കിയപ്പോ കാണുകയാണ് ലാ സിയമ അർറുഖൂഖ്. ലാ സിയമ അർറുഖൂഖ്, അതായത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്. അത് തന്നെയാണ് അറബിക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ തുകൽ പുസ്തകങ്ങൾ പ്രത്യേകിച്ചും കൊണ്ടുവരാൻ മറക്കരുത്. തുകലിൽ എഴുതിയ പുസ്തകങ്ങൾ പ്രത്യേകിച്ചും കൊണ്ടുവരണം. എന്റെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പൊ അതിനർത്ഥം എന്താണ്? തുകലിൽ എഴുതിയിരുന്നു, അതല്ലാത്ത ഇത്തരത്തിലുള്ള പ്ലാൻസിൽ എഴുതിയിരുന്നു, മറ്റ് ഓലകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകാം, വ്യത്യസ്ത ഖണ്ഡങ്ങളിലൊക്കെ എഴുതപ്പെട്ട ബുക്കുകളുണ്ട്. എന്നാൽ നിങ്ങൾ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ടത് തുകലിൽ എഴുതിയിരിക്കുന്നതും കൊണ്ടുവരണമെന്ന് സെന്റ് പോൾ പറയുന്നതായിട്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ ഈ സംഭവവും ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് സാഹിബ് അപ്പൊ നിങ്ങൾ ഈ ബൈബിളിലേക്ക് പോയപ്പോ ഇതൊക്കെ ബൈബിളിലല്ലേ, പഴയ കാലത്തല്ലേ എന്നിപ്പോ പറയാം. എന്നാൽ തീർന്നിട്ടില്ല. ഇതിനെയൊക്കെ നിഷേധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടാൽ ഖുർആനിനെ നിഷേധിക്കലാണ്. സൂറത്ത് 52-ാമത്തെ ഒരു അധ്യായമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വത്തൂർ വകിതാബിൻ മൻശൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ. പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനും അറിയില്ല ഈറ്റിങ്ങൾക്ക്. ഫീ റഖിൻ മൻശൂർ, നിവർത്തി വെക്കപ്പെട്ട തുകലിൽ എഴുതപ്പെട്ട വേദം. ഫീ റഖിൻ മൻശൂർ, നിവർത്തി വെക്കപ്പെട്ട തുകലാണ്. തുകലിൽ എഴുതപ്പെട്ട. ഇവിടെ നമ്മൾ പറഞ്ഞ അതേ വാക്ക് പാർച്ച്മെന്റ് എന്നുള്ള ഇതേ വാക്ക് തന്നെയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ അധികവും കൊടുത്തിരിക്കുന്നത്. മാർമടി, കുത്താർ, യൂസുഫ് അലി തുടങ്ങിയതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഒന്ന് ഓടിച്ചു മറിച്ചു നോക്കുമ്പോൾ ഓൺ ഫൈൻ പാർച്ച്മെന്റ് വിച്ച് ഈസ് അൺറോൾഡ്, ഇങ്ങനെ തന്നെയാണ് മാർമടി പിക്താളൊക്കെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം. ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇനി ബൈബിളില് ആദ്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കെ, വാസ്തവവും യാഥാർത്ഥ്യവും ചരിത്രവും എല്ലാം ഇങ്ങനെ ആയിരിക്കെ, ഏകദേശം 1 വർഷങ്ങൾക്ക് മുൻപ് ഈ വ്യക്തി ഒരു പ്രസംഗം ചേന്ദമംഗലൂരിൽ നടത്തി. അതിന് ഒരു വാട്സാപ്പ് ക്ലിപ്പ് കണ്ടപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലക്ക് നമ്മൾ ഒരു ചെറിയ ക്ലിപ്പിൽ മറുപടി പറഞ്ഞു. അപ്പോൾ വീണ്ടും അതിന് മറുപടിയായി ഇദ്ദേഹത്തിന്റെ ദല്ലാളെ കൊണ്ട് ഇദ്ദേഹം ഒരു മറുപടി പറയിച്ചു. അത് എഴുതി കൊടുത്ത് വായിച്ചതാണ്. ആ എഴുതി കൊടുത്ത് വായിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനൊക്കെ എഴുതിയിരിക്കുന്നത് എന്തിലാണെന്ന് മൂപ്പർ അവിടെ കട്ടായം തീർത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോ. ഇത്രയും സംഗതികളൊക്കെ കേട്ട ശേഷം ഇനി അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇവരുടെ ഒരവസ്ഥ എന്താണെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CH മുസ്തഫ മൗലവി വ്യക്തിയുടെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ജലീൽ കോലോത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ പ്രതികരണ വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി. CH മുസ്തഫ മൗലവിക്കെതിരെ ജലീൽ സാഹിബ് ഈ രൂപത്തിൽ സംസാരിക്കാനുള്ള പ്രധാന കാരണം CH മുസ്തഫ മൗലവിയുടെ ഹദീസിനോടുള്ള നിലപാടാണ് എന്നുള്ളത് ജലീൽ സാഹിബിന്റെ ക്ലിപ്പിലൂടെ തന്നെ വ്യക്തമായ ഒരു സംഗതിയാണ്. അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സംഗതി, പ്രവാചകന്റെ കാലത്ത് ഖുർആനൊക്കെ എഴുതി വെച്ചിരുന്നത് എല്ലുകളിലും കല്ലുകളിലുമായിരുന്നു എന്നുള്ള ഒരു മണ്ടത്തരം അദ്ദേഹം തന്റെ ക്ലിപ്പിലൂടെ പറയുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹം ആദ്യമായിട്ടൊരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി വെക്കുകയാണ്. എന്താണ് വൈക്കോൽ മനുഷ്യൻ? അത് നമുക്കറിയാം. ആർഗ്യുമെന്റുകളുടെ ഈ എന്താണ് ഗണത്തിൽ പലതരത്തിലുള്ള ഫാലസി ഉണ്ടല്ലോ. അതിലൊരു ഫാലസിയാണല്ലോ സ്ട്രോമാൻ ആർഗ്യുമെന്റ്.
ഇത് സ്ട്രോമാൻ ആർഗ്യുമെന്റ് അല്ല. അതായത് നമ്മൾ പറയാത്ത ഒരു സംഗതി നമ്മുടെ പേരിൽ പറഞ്ഞു വച്ചിട്ട് പിന്നീട് അതിന് മറുപടി ഉണ്ടാക്കുകയാണ്. ഇതാണ് വൈക്കോൽമാൻ അല്ലെങ്കിൽ വൈക്കോൽ മനുഷ്യൻ. സത്യത്തിൽ ഖുർആൻ എഴുതിയത് എല്ലുകളിലും കല്ലുകളിലും മാത്രമാണെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇതൊരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി വെക്കുന്ന ഫാലസിയാണ്, അതായത് യുക്തി വൈകല്യമാണ്. ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു മണ്ടത്തരം വിശ്വസിക്കേണ്ട ഗതികേടിലെത്തിയത് കൊണ്ടാണ് ഖുർആനും ക്രോഡീകരിച്ചതും അത് രേഖപ്പെടുത്തിയതും. ഖുർആൻ കല്ലുകളിലും എല്ലുകളിലും അതുപോലുള്ള വസ്തുക്കളിലും കൊത്തിവെച്ചു എഴുതി വെച്ചു എന്നതും ഈ ഒരു ആനമണ്ടത്തരം വിശ്വസിക്കുന്ന ആളുകൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. എന്താന്ന് വെച്ചാൽ, പ്രവാചകന്റെ കാലത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചൈനയിൽ പേപ്പർ കണ്ടെത്തുകയും ചൈനക്കാർ എഴുത്തുവിദ്യ പേപ്പറിലൂടെ നടത്തുകയും ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു. ഈ ചൈനയുമായി അറബികൾക്ക് നിരന്തരമായിട്ടുള്ള വാണിജ്യ ബന്ധവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ ബന്ധത്തിലൂടെ എഴുത്തുവിദ്യയും അതുപോലെ പേപ്പറിന്റെ ഉപയോഗമൊക്കെ ചൈനയിൽ നിന്ന് അറബികൾ വശമാക്കുകയും അറേബ്യയിലെ പല ദേശത്തും ഈ എഴുത്തുവിദ്യയും പേപ്പറും സാർവത്രികമാവുകയും ചെയ്തിരുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് തെളിവാണ് പ്രവാചകന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ചന്തകളിൽ, മാസം തോറും ഉണ്ടാവുന്ന ചന്തകളിൽ മക്കയിലെ മഹാകവികളുടെ കവിയരങ്ങുകൾ നടക്കാറുണ്ടായിരുന്നു എന്നതും, അവിടെ വിരചിതമാവുന്ന കവിതകൾ പേപ്പറുകളിൽ എഴുതി അത് കഅബയിൽ കെട്ടിത്തൂക്കുകയും അങ്ങനെ കെട്ടിത്തൂക്കപ്പെട്ട കവിതകൾ മുഅല്ലഖാത്ത് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അറിയപ്പെട്ട 7 കവികളുടെ കവിതകളാണ് സബുവ മുഅല്ലഖാത്ത് എന്ന പേരിൽ ഇന്നും നമ്മുടെ ഇത് മൗലവി പുള്ളി എഴുതി കൊടുത്ത് വായിക്കുന്നതായതുകൊണ്ട് സബഉൽ മുഅല്ലഖാത്ത് എന്ന് കൃത്യമായി പറയാൻ വരെ ഇദ്ദേഹത്തിന് അറിയുന്നില്ല. അത് ഇദ്ദേഹത്തിന്റെ കുറ്റമല്ല. ഇദ്ദേഹം ഒരു ചൂഷണത്തിൽ അല്ലെങ്കിൽ കെണിയിൽ പെട്ടുപോയതാകാം. അപ്പോൾ ഇദ്ദേഹമൊക്കെ ഇനിയും ചിന്തിക്കുകയും ഈ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയും ചെയ്യണം. പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല. കേൾക്കുക. കേരളത്തിൽ പോലും പല സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എഴുതിയതും സ്ഥാപിച്ചതുമൊക്കെ പേപ്പറിലായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു സംഗതി, പ്രവാചകത്വം ലഭിച്ച ഉടനെ പേർഷ്യയിലേക്കും അതുപോലെ റോമിലേക്കുമൊക്കെ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് പ്രവാചകൻ കൊടുത്തയച്ച എഴുത്തുകളും പേപ്പറിൽ തന്നെയായിരുന്നു. അതുമാത്രവുമല്ല, ഖുറൈശികളുമായുണ്ടായിരുന്ന ഹുദൈബിയ സന്ധിയിലെ കരാറുകൾ എഴുതിയിരുന്നതും പേപ്പറിൽ തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ പേപ്പറിന്റെ ഉപയോഗവും എഴുത്തും വായനയും അറിയാവുന്ന ആളുകളും നാട്ടിലുണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് ഖുർആൻ മാത്രം കല്ലിലും എല്ലിലും എഴുതുന്നത് അല്ലെങ്കിൽ എഴുതേണ്ടി വരുന്നത് എന്തിനാണ് എന്നുള്ള അതിനുള്ള ഒരു ഉത്തരം ഈ കല്ലിൽ എഴുതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തരേണ്ടതുണ്ട്. ഇവിടെ ജലീൽ സാഹിബ് സ്ഥാപിക്കുന്ന പോലെ ഹദീസിനെ പോലെ തന്നെ ഖുർആനും ഗ്രന്ഥരൂപത്തിലാക്കുവാൻ കൽപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി തന്നെയാണ്, കൽപ്പിച്ചിട്ടില്ല. ഖുർആൻ ക്രോഡീകരണവുമായി വിശ്വാസയോഗ്യമായിട്ടുള്ള ചരിത്രം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്റെ വഹി എഴുത്തുകാരായി പ്രമുഖ സഹാബിമാരുണ്ടായിരുന്നു. അപ്പൊ കേട്ടില്ലേ, പുള്ളിക്ക് പേപ്പർ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഇത് ഏകദേശം ജസ്റ്റ് 8-9 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷമായി കാണും. ഞാൻ കൃത്യമായിട്ട് എന്റെ തീയതി ഓർക്കുന്നില്ല. എന്റെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അത് മറ്റൊരു പഴയ സിസ്റ്റം ആയിരുന്നു. ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പോ അന്ന് പേപ്പർ വിട്ട് യാതൊരു കളിയില്ലായിരുന്നു. അപ്പൊ ഈ ക്ലിപ്പിന് നമ്മൾ കൃത്യമായ ഒരു മറുപടി കൊടുത്തു. പക്ഷെ അന്ന് ഇതുപോലെ പറഞ്ഞ സമയത്ത് ഖുർആനിൽ പോലും ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ പറയോ, പേപ്പർ സബുൽ മുഅല്ലഖ പേപ്പറിൽ, മദീന ചാർട്ട് പേപ്പറിൽ, ഹുദൈബിയ സന്ധി പേപ്പറിൽ, പിന്നെ ഒക്കെ പേപ്പറാണ്. പേപ്പർ വിട്ടൊരു കളിയേ ഇല്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ കഴിയില്ലേ? അപ്പൊ പേപ്പർ അല്ലാത്ത മറ്റൊന്നും ഇല്ല എന്ന് ഇവർ പറഞ്ഞപ്പോൾ സൂറത്ത് തൂറില് 52-ാമത്തെ ഫീ റക്റ്റിൻ മൻഷൂർ അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടെന്ന് വരെ അന്നേരത്തെ ഇവർക്ക് ഈ ജാഹിലുകളാണ് അറിയില്ലായിരുന്നു. അങ്ങനെ തട്ടിവിട്ടുപോയതാ. പിന്നീട് ആരോ പറഞ്ഞു കൊടുത്തു, അയ്യോ അങ്ങനെ പറയല്ലേ, ഖുർആനിന് എതിരാണത് എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ഇപ്പൊ പുതിയതായിട്ട് ചെറിയൊരു കറക്ഷനോടുകൂടി വന്നിട്ടുണ്ട്. തുകൽ എന്ന്. പക്ഷെ എപ്പോഴും പുള്ളി മദീന ചാർട്ടൊക്കെ, എന്റെ അടുത്ത് ക്ലിപ്പുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച കേൾപ്പിച്ചല്ലേ, മദീന ചാർട്ടൊക്കെ ഇപ്പോഴും പേപ്പറിൽ തന്നെയാണ് എഴുതി. എന്നിട്ട് ഒരു തെളിവ് പറഞ്ഞു.
ഒരു തെളിവ് എന്തെങ്കിലും പറഞ്ഞോ? പേപ്പർ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? നമ്മുടെ തൊള്ള കൊണ്ട് പറഞ്ഞാൽ പേപ്പർ ഉണ്ടാവില്ലാവില്ലല്ലോ. എന്നാൽ പേപ്പറിന്റെ ചരിത്രവും അതൊക്കെ വളരെ കൃത്യമാണ്. പേപ്പർ 8ാം നൂറ്റാണ്ടിന്റെ അവസാനവും 9ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടു കൂടിയിട്ടൊക്കെയാണ് ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാണ് ബാഗ്ദാദിലൊക്കെ അത് വരികയും അതിന്റെ ചെറിയ തോതിലുള്ള ഉൽപാദനം നടത്താനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുകയും എന്നാൽ അതിനു മുമ്പ് സമർക്കന്ദിൽ ഇതുണ്ടാവുകയും ഒക്കെ ചെയ്തത് 8ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടിയിട്ടാണ്. ഇതൊക്കെ ചരിത്രമാണ്. അത് എങ്ങനെയെന്നുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്, വിശദമായിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടൊന്നും പോകാനുള്ള തെളിവ് ഇല്ലാത്തത് കൊണ്ട് തെളിവില്ലാത്തത് കൊണ്ടല്ല, ഇനി അങ്ങോട്ട് പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇനി ഇത് അവസാനിപ്പിക്കുകയാണ്. ചോദ്യോത്തര സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ല, വീഡിയോ നിങ്ങൾ അയച്ചു തന്നിട്ടില്ല. പിന്നെ അതുകൊണ്ടൊരു അവ്യക്തത ഉണ്ട്. ഈ പേപ്പറിലാണെന്ന് പറയുന്നതും തുകലിലാണെന്ന് പറയുന്നതും തമ്മിൽ ഫാക്റ്റിൽ എന്താണ് വ്യത്യാസം? അത് വെച്ചിട്ട് എന്താണ് പറയുന്നത് പേപ്പറിലാണെന്ന് പറഞ്ഞിട്ട്? അല്ലെ, സത്യത്തിലെ ഒരു സംഗതിയെ നിഷേധിക്കുന്നതിലാണ് പ്രശ്നം കിടക്കുന്നത്. ചോദ്യം ചോദിച്ചാളെ മനസ്സിലായില്ല കേട്ടോ. നാസർ അബ്ദുള്ള. ഈ സംഗതി അവർ നിഷേധിക്കുകയാണ്. ഇത് തുകലിൽ എഴുതി എന്ന് പറയുന്നതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് സത്യമല്ലല്ലോ. നമ്മൾ എന്തിനാണ് ഒരു അസത്യത്തിന് വേണ്ടി നാം നിലകൊള്ളുന്നത്? എന്തിനാണ്? അത് ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ചോദ്യം അവിടെ ചോദിക്കണം, നിങ്ങൾ എന്തിനാണിത് നിഷേധിക്കുന്നത് സഹോദരന്മാരെ? ഈ നിഷേധാത്മക പ്രവണത എന്തും നിഷേധിക്കുക. ഇത് മാത്രമല്ല, അതുപോലെ ഹദീസുകളെ നിഷേധിക്കുക, ഹദീസിന്റെ പ്രാമാണികതയെ നിഷേധിക്കുക. ഈ നിഷേധാത്മക പ്രവണത ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് നല്ലതല്ല. നാം സത്യസന്ധമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുക. എന്താണോ സത്യം ആ സത്യത്തെ ഉൾക്കൊള്ളുക. നമ്മൾ എന്തിനാണ് അന്ന് ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ. ഈന്തപ്പനയോലയിൽ എഴുതി എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നതിലുള്ള കഥയില്ലായ്മ എത്രത്തോളം ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിരുന്നു, 1960കളിൽ പോലും കളരി ആശാന്മാർ താളിയോല എന്ന് പറയുന്ന സംഗതികളിൽ എഴുത്താണി ഉപയോഗിച്ചിട്ട് എഴുതിയിരുന്നു. നമ്മുടെ നാട്ടിൽ താളിയോല ഗ്രന്ഥങ്ങൾ എത്രയോ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഗ്രന്ഥം എന്ന് പറഞ്ഞ മലയാള പദത്തിന് അർത്ഥം എന്താണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്താണ് അത്? കേട്ട ആളുകൾക്കറിയാം. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത പദത്തിൽ നിന്നുള്ള പദമാണ്. സംസ്കൃതത്തിൽ ഗ്രന്ഥ എന്ന് പറഞ്ഞാൽ താളിയോല കെട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ താളിയോലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒന്നിനാണ് ഗ്രന്ഥം എന്ന് മലയാളത്തിൽ പറയുന്നത്. അതാണ് അർത്ഥം. ഇത് ഞാൻ പറഞ്ഞതല്ല, ശബ്ദ താരാവലി പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പേപ്പറായിരുന്നു 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 എന്ന് പറയുന്നതാണ് കുഴപ്പം. അങ്ങനെ പറയുന്ന നിഷേധാത്മക പ്രവണതക്കാണ് കുഴപ്പം. നാം സത്യസന്ധമായി കാര്യങ്ങൾ പറയുക, സത്യസന്ധമായി കാര്യങ്ങൾ പഠിപ്പിക്കുക ആളുകളെ. ഇതാണ് നമ്മൾ പറയുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് തോന്നുന്നത് മുസ്തഫ മൗലവി അത് പറയുന്നത് നമ്മളെ ഈ പൗരോഹിത്യം, നമ്മളെ ഈ എന്റെ ക്ലിപ്പിൽ ആ ഒരു പേര് വന്നു പോയെങ്കിലും നമ്മൾ മറ്റൊരാളുടെ പേരൊന്നും പരാമർശിക്കേണ്ടതില്ല എന്നാണ് പൊതുവെയുള്ള ഈ സംഘാടകരുടെ തീരുമാനം. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്റെ പേരും വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേരും വന്നിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടിയിരുന്നാണ്. ഞാൻ സംഘാടകരോട് അതിന് ഞാൻ ക്ഷമാപണം നടത്തിയാണ്. ഓക്കെ, പറഞ്ഞോളി. അതുകൊണ്ട് ഇനി ആരും പേര് പറയണ്ട കേട്ടോ. ഓക്കെ. അദ്ദേഹം അത് പറയുന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇനായത്തുള്ള സുബ്ഹാനിയുടെ ഒരു പുസ്തകം ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വളരെ മോഡേൺ ആയിരുന്നു ആ കാലത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുർആന്റെ ഒക്കെ എഴുത്തിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നു സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഇതിനെ ഏറെക്കുറെ ഉപജീവിച്ചിട്ടുണ്ട് അദ്ദേഹം, മുസ്തഫ മൗലവി. രണ്ടാമത്തെ കാര്യം, പിന്നെ പുരോഹിതന്മാരാണ് പിൽക്കാലത്ത് സമുദായത്തെയും സമൂഹത്തെയും പിന്നോട്ട് വലിച്ചത് എന്ന് പറയാനുള്ള ശ്രമം കൂടിയാണ്. അപ്പൊ അത് കൂടി നമ്മളുടെ ഒരു ധാരണയിൽ ഉണ്ടാവണം എന്ന് തോന്നുന്നു. ഓക്കെ. ഒന്നാമതായിട്ട് ഈ വിഷയത്തിലുള്ള ഒരു കമന്റ്, ഇതൊരു ചോദ്യമല്ല, ഒരു
ഒരു കമന്റ് നടത്തിയിരിക്കുകയാണ്. ഇനായത്തുള്ള സുബ്ഹാനിയുടെ പുസ്തകം എന്റെ PM-ലേക്ക് ഇന്നലെ രാത്രി ഏതോ ഒരു സഹോദരൻ അതിന്റെ ഒരു ചിത്രം അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. വായിക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഞാൻ അശക്തനാണ്. പിന്നെ എന്തായാലും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അത് ആ കാലഘട്ടത്തിൽ അടുത്തു നിൽക്കുന്ന, അതായത് ആ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഇവർ തന്നെ പറയുന്നതനുസരിച്ച് ഈ സംഘം, ഈ ഭ്രംശിത സംഘം, ഞാൻ ഇനായത്തുള്ള സുബ്ഹാനിയെ കുറിച്ചല്ല പറയുന്നത്, ഈ ഭ്രംശിത സംഘം പറയുന്നതനുസരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ബുഖാരി ഉണ്ടായത് എഴുതിയതൊക്കെ. എന്നാൽ 200 വർഷത്തെ വ്യത്യാസമാണല്ലോ ഉള്ളൂ. ഈ 1500 വർഷം കഴിഞ്ഞ ഒരാൾ പറയുന്നതാണോ അതോ ഇനി അക്കാലഘട്ടത്തിലുള്ള ഒരാൾ പറയുന്നതാണോ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? എന്താണെങ്കിലും ആ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ എഴുതി വച്ചത് അത് തന്നെയാണ് ആ വിഷയത്തിലുള്ള വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതിനുള്ള തെളിവുകൾ ഇന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അത് പേപ്പറിലാണ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ടാണ് ആ BBC റിപ്പോർട്ട് ഞാൻ കൃത്യമായി ഒന്നുകൂടെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചത്. മോസ്റ്റ് ലൈക്ലി ഇറ്റ് ഇസ് മെയ്ഡ് ഫ്രം ഷീപ്പ് ആൻഡ് ഗോഡ്. അതില് ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. സുബ്ഹാനിയുടെ പുസ്തകം സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവുക, അന്ന് താളിയോലകളും അതുപോലെ തന്നെ തുകലുകളും ഇന്നത്തെ പേപ്പർ സൈസിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റവര് ഒഴുക്കം മട്ടിൽ അത് വായിച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ട രീതിയിൽ അത് വായിച്ചു എന്നുള്ളതായിരിക്കും. അത് തന്നെയാണ്. ഓരോരുത്തരും തങ്ങൾക്ക് വേണ്ടത് കണ്ടെത്തുകയും അത് പിക്ക് ചെയ്ത് മറ്റുള്ളതിനെ തമസ്കരിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കുഴപ്പം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനായത്തുള്ളയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ഇനി മാത്രമല്ല, ഈ പറഞ്ഞതിന് വിരുദ്ധമായി അന്ന് തുകലിൽ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എന്ന് ഇനായത്തുള്ളയല്ല ആര് പറഞ്ഞാലും അത് ഖുർആന് പോലും വിരുദ്ധമാണ്. ഖുർആൻ വരെ അംഗീകരിച്ച സംഗതിയാണത്. ഓക്കെ, സുബ്ഹാനി അതിൽ വീണ്ടും നമ്മൾ ഒരു വ്യക്തിയിലേക്ക് നടന്നത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തല്ല എന്ന് പറയാം. എങ്ങനെ? അല്ല, ആ പുസ്തകത്തിന്റെ കണ്ടന്റ്, ആ പുസ്തകത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖുർആൻ നടന്നത് അതിന്റെ മുമ്പേ അത് നടന്നത് എന്ന് സൗണ്ട് ഡിസ്കണ്ടിന്യൂ ആയിട്ടോ. ഖുർആന്റെ ക്രോഡീകരണം നടന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് എന്നുള്ള ചരിത്രമല്ല, അതിനു മുമ്പേ തന്നെ അതിന്റെ ക്രോഡീകരണം നടന്നിട്ടുണ്ടെന്നാണ് ഇനായത്തുള്ള സുബ്ഹാനി സാഹിബ് സമർത്ഥിക്കുന്നത് എന്നാണ് നാസർ സാഹിബ് പറഞ്ഞത്. അത് നാസർ സാഹിബാണ് പറഞ്ഞത്. അത് ഇനായത്തുള്ള പറയേണ്ടതില്ല. അത് അള്ളാഹു പറഞ്ഞതാണ് ഖുർആന്റെ ക്രോഡീകരണം നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിന് നമുക്കൊരു ഇനായത്തുള്ളയുടെ ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞതാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം ചർച്ച ചെയ്തതാണ്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, അത് അള്ളാഹു പറഞ്ഞതാണ്. ഇനി അതിന്റെ ഒരു ചരിത്രപരമായ സംഭവം, അതിന്റെ മുസ്ഹഫിന്റെ രൂപീകരണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ള സംഭവമൊക്കെ ആണെങ്കിൽ അതിന് ഇനായത്തുള്ള എല്ലാ ആര് പറഞ്ഞാലും അപ്പൊ തെളിവ് വേണം. കേവലം നമ്മുടെ മനോമുകുരത്തിൽ ഉദിച്ചു വരുന്നതാണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ഖുർആൻ എന്നുള്ളതിന്റെ ക്രോഡീകരണം അല്ല, അത് ഇപ്പൊ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ പോലും ആരാണ് അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ, യുവാക്കളെ വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമുണ്ട്. നമ്മുടെ ചില പ്രധാനപ്പെട്ട മതസംഘടനകളുടെ നേതാക്കളിൽ ഒരാളായിരുന്നു ഇനായത്തുള്ള സുബ്ഹാനി. അദ്ദേഹം ഒരു മദീനയിൽ പഠിച്ച ആൾ കൂടിയാണ്. ആ അർത്ഥത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അത് വരുന്നു എന്ന് പറയുമ്പോ അതിനൊരു ബലം കൂടുതലുണ്ട്. അതുകൊണ്ട് ആ പുസ്തകത്തിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആളല്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. അപ്പൊ വായിക്കാത്ത പുസ്തകത്തെ കുറിച്ച് വീണ്ടും കമന്റ് ചെയ്യാൻ നിർബന്ധിക്കുക. നമ്മുടെ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയവും ഇതിന്റെ ചർച്ചയ്ക്ക് മറ്റുള്ളവർക്ക് പഠിക്കാൻ എളുപ്പമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വരട്ടെ. മറ്റ് വിഷയങ്ങൾ ഇനിയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ. ജലീൽ സാഹിബ് ആ പുസ്തകവും വായിച്ചു വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിരൂപണം ഇൻഷാ അല്ലാഹ് നടത്തും.
അസ്സലാമു അലൈക്കും. ജലീൽ സാഹിബ് ഇസ്മായിലാണ്. ഇസ്മായിൽ സാഹിബിനെ ഇന്ന് കണ്ടില്ലായിരുന്നല്ലോ ഞാൻ. ഓക്കെ. ഞാൻ ഒരു ലേശം വൈകിയാണ് എത്തിയത്. ഓക്കെ. അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ തുകലില് ഇല്ല, പേപ്പറിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത് എന്ന വാദഗതി ഉന്നയിക്കുന്നതിന്റെ പിന്നില് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും നിലനിൽക്കുന്ന ലോകത്തെ ഏക വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണല്ലോ എല്ലാ മുസ്ലിങ്ങളുടെയും അവകാശവാദം. അപ്പൊ ഇത് കല്ലിലും അതേപോലെ തന്നെ എല്ലിലും തോലിലും ഒക്കെ എഴുതി വെച്ചാൽ ഇങ്ങനെ ഒരു അതിജീവന ശേഷി അതിന് നഷ്ടപ്പെടും എന്ന് ആളുകൾ വിശ്വസിക്കുമോ എന്ന ഭയമാണോ യഥാർത്ഥത്തിൽ പേപ്പറിൽ എഴുതി വെച്ചതാണ് എന്ന് വാദിച്ചാൽ? സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന ഗ്രന്ഥങ്ങളെല്ലാം പേപ്പറിൽ എഴുതിയതാണ്, അതുകൊണ്ട് അത് വർഷങ്ങളോളം അതിജീവിച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു ശേഷി ഉള്ളതിന്റെ പ്രധാന കാരണം ഖുർആൻ പേപ്പറിൽ എഴുതി വെച്ചതുകൊണ്ടാണ് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ? അത് തുകലിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പിന്നെ അതിനകത്തൊരു സംശയം ജനിക്കും, ഈ തുകലൊക്കെ പിന്നെ അത് വളരെ കൃത്യമായിരിക്കുമോ, ഇത് നഷ്ടപ്പെടുമോ, അത് അതിജീവിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് എന്നെനിക്ക് എൻ്റെ ഒരു തോന്നല്. അതെ, ഒന്നാമത് ഇങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ഈ വാദം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ട്? ഇത് വന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. അതിൽ പറയപ്പെട്ട പ്രവാചകന്റെ വാക്കുകൾക്ക് തന്നെ പ്രാമാണികത ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സംഗതിയുടെ പ്രാമാണികതയും അവർക്ക് ഈസിലി നിഷേധിക്കാമല്ലോ. അപ്പോ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഈ സംഗതികൾ അംഗീകരിച്ചാൽ ഇതിനേക്കാൾ പ്രാമാണികതയോടുകൂടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്റെ വാക്ക് തന്നെ അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അതിനെ അവർ കൃത്യമായി അംഗീകരിക്കുന്നില്ല, പ്രാമാണികമായി അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ നിഷേധത്തിന് ഈ ഒന്നാമത്തെ നിഷേധം നടന്നതുകൊണ്ട് സ്വാഭാവികമായി വരുന്ന രണ്ടാമത്തെ നിഷേധമാണ് ഒന്ന്. അതെ, അവരുടെ ഉന്നം ഹദീസ് തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് പറയല്ലേ, ഇതിനുള്ള ആൻസർ കഴിയട്ടെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് പറയല്ലേ പ്ലീസ്, ഇടയ്ക്ക് പറയല്ലേ. അതിന്റെ ഇടയ്ക്ക് പറയല്ലേ, ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്, ഇതിങ്ങനെ തുകലിലൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വള്ളി വ്യത്യാസം ഇല്ലാതെ സംരക്ഷിക്കപ്പെട്ടു എന്ന് തെളിയിക്കേണ്ടി വരും, എന്ന് തെളിയിക്കപ്പെടുന്നതിൽ സംശയാലുക്കളാകും ആളുകൾ എന്ന് കരുതിക്കൊണ്ടാവുന്നു. അങ്ങനെയെങ്കിൽ അവരൊന്ന് കാണിക്കട്ടെ, പേപ്പറിൽ എഴുതി വെച്ച ഇന്നും നിലനിൽക്കുന്ന ഒരു മാനുസ്ക്രിപ്റ്റ് അവരൊന്ന് കാണിച്ചാൽ മതിയല്ലോ, അപ്പൊ തീർന്നല്ലോ. അവരുടെ വാദത്തെ പൊളിക്കുന്നതാണത്. ഇനി അങ്ങനെയാണ് അവരുടെ വാദമെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ചാലേ ഇത് സംഭവം നിലനിൽക്കുള്ളൂ എങ്കിൽ എന്നാൽ അങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അതേസമയം കാർബൺ ഡേറ്റഡ് റേഡിയോ കാർബൺ അനാലിസിസിലൂടെ അതിന്റെ കാലം തെളിയിക്കപ്പെട്ട ലീവ്സ് ഇന്നും നിലനിൽക്കുകയാണ്. തൂലിൽ എഴുതി വെച്ചത് വളരെ കൃത്യമായി ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ അതുപോലെ പേപ്പറിൽ എഴുതി വെച്ചാൽ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പരിധി വരെ അത് അംഗീകരിക്കാം. പക്ഷെ തുകലിൽ എഴുതി വെച്ചതാണ് അക്കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് ഇന്ന് നിലവിലുള്ളത്. അത് തെളിയിക്കപ്പെട്ടതാണ്. ഇനി ആരും തെളിയിക്കാൻ നടക്കേണ്ടതില്ല. വളരെ യാദൃച്ഛികമായി അൽബ ഫിലേഡിയുടെ കണ്ണിൽ പെടുകയും അങ്ങനെ അവർ അതിനകത്തുള്ള സ്ക്രിപ്റ്റിന്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ കാലഗണന നടത്തണം എന്ന് ആവശ്യപ്പെടുകയും PhD സ്കോളർ ആയതുകൊണ്ട് അത് നടത്താൻ ഉള്ള ഫെസിലിറ്റീസ് ബർമിംഗ്ഹാമിൽ ഇല്ലാത്തത് കൊണ്ട് ഓക്സ്ഫോർഡിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അത് റേഡിയോ കാർബൺ അനാലിസിസിലൂടെ അതിന്റെ കാലഗണന നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഈ തുർക്കിയിൽ നിന്നുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ കാണിച്ചില്ലേ, ഒരു ഇമേജ് കാണിച്ചല്ലോ തുർക്കിയിൽ നിന്നുള്ള, അത് ശരിക്കും ഒരു ടെക്സ്റ്റ് ആണല്ലോ. ആ ടെക്സ്റ്റിലെ പേജസ് പാർച്ച്മെന്റ് ആണോ ശരിക്കും? അതിന്റെ ഒറിജിനൽ പാർച്ച്മെന്റ് ആണ്. ഇതൊക്കെയും പാർച്ച്മെന്റ് ആണ്. ടാഷ്കെന്റ് കാണിച്ചിരുന്നു, അതും പാർച്ച്മെന്റ് ആണ്. ടോപ്പ് കാപ്പിയിലെ കാണിച്ചിരുന്നു, അതും പാർച്ച്മെന്റ് ആണ്. പിന്നീട് ഞാൻ കാണിക്കാത്ത കണ്ട് സമയത്തിന്റെ പരിമിതി മൂലം സൗദി അറേബ്യയിൽ നമാസ് എന്ന് പറയുന്ന ഒരു സ്ഥലം, സൗദി അറേബ്യയിലുള്ള ആളുകൾ പോലും കേട്ടിട്ടുണ്ടാവില്ല നമാസ്. അവരുടെ അവകാശവാദ പ്രകാരം ലോകത്തെ ഉയർന്ന സ്ഥലങ്ങളിൽ കെട്ടിയിരിക്കുന്ന ബിൽഡിങ്ങുകളിൽ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് ആണ് നമാസിലുള്ളതെന്നാണ്. ഒരു വലിയ മ്യൂസിയം, വളരെ നല്ല സൗന്ദര്യത്തിൽ, അതായത് നമ്മുടെ താജ്മഹലൊക്കെ പോലെ നല്ല സുന്ദരമായി കെട്ടിയുണ്ടാക്കിയ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു വ്യക്തിയുടേതാണ്. അവിടെ ഉണ്ട് പാർച്ച്മെന്റ്. അത് മാൻപേടയുടെ തോലിൽ നിന്നുണ്ടാക്കിയതാണ്. അതുപോലെ ഷാർജയിലുണ്ട് പാർച്ച്മെന്റ്, ഷാർജ മ്യൂസിയത്തിലുണ്ട് പാർച്ച്മെന്റ്. ഇങ്ങനെ ഇന്ന് നിലവിലുള്ള സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മാനുസ്ക്രിപ്റ്റുകളിൽ അധികവും ഇത്തരത്തിലുള്ള പാർച്ച്മെന്റുകളാണ്. പിന്നെ സ്കാപ്പുല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിരുന്നല്ലോ ഇസ്മായിൽ സാഹിബ്.
പക്ഷെ അതിന് ഇത്രയേറെ പഴക്കമില്ലാത്തതാണ് ആ സ്കാപ്പുല. പിന്നെ ഈ തുകലിന്റെ കഥ പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ സംഗതി കൂടെ കാണിച്ചു തരാം. ഈ 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലും ഒക്കെ അല്ലെങ്കിൽ പേപ്പർ കൃത്യമായി യൂറോപ്പിലേക്ക് എത്തുന്നത് 12ാം നൂറ്റാണ്ടിലാണ്. അതെത്താനുള്ള സംഭവം ഇസ്ലാമിക് സ്പെയിൻ വഴിയാണ്, അന്തലുസ് വഴിയാണ്. ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ആരും ചോദിച്ചില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ 12ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിൽ പോലും തുകലിലായിരുന്നു വലിയ വലിയ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർ എഴുതിയിരുന്നത്. അങ്ങനെ എഴുതപ്പെട്ട ക്രൈസ്തവ പ്രാർത്ഥനകളും ക്രൈസ്തവ സെയിന്റുകളുടെ ചരിത്രങ്ങളും ഒക്കെ എഴുതപ്പെട്ടതിന് മിസ്സൽ എന്ന് പറയും. അങ്ങനെ ഷെർബോൺ എന്ന് പറയുന്ന പട്ടണത്തിൽ എഴുതിയിരുന്ന ഒരു വലിയ ഒരു മിസ്സൽ ഉണ്ട്. അതിന് ഷെർബോൺ മിസ്സൽ എന്നാണ് പറയുക, ഷെർബോൺ മിസ്സൽ. ഇത് ഏകദേശം 350ഓളം വെല്ലം ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. വെല്ലം എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു സംഗതി ഇതിന്റെ അകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പാർച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പശുവിന്റെയോ ആടിന്റെയോ അല്ലെങ്കിൽ ഒക്കെ തോൽ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അത് അത്ര ഫൈൻ ക്വാളിറ്റി ആയിക്കൊള്ളണമെന്നില്ല. വെല്ലം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുന്ന പശുക്കുട്ടി അല്ലെങ്കിൽ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളെ പോലെ തന്നെ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളുടെ തുകൽ, അതിനാണ് വെല്ലം എന്ന് പറയുക. അതായത് ക്വാളിറ്റിയിൽ അത് ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളതിനെ വെല്ലം എന്ന് പറയുന്നു. അതിന് മറ്റൊരു പേരുണ്ട്, ആനിമൽ മെമ്പറൈൻ എന്നും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബെസ്റ്റ് ക്വാളിറ്റി തുകലിൽ എഴുതപ്പെട്ടിരിക്കുന്ന അഥവാ വെല്ലം 350ഓളം വെല്ലം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഈ ഷെർബോൺ മിസ്സൽ എഴുതാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, 350ഓളം മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 350ഓളം വെല്ലം ഉപയോഗിച്ച് എഴുതപ്പെട്ട ഷെർബോൺ മിസ്സൽ ഈ അടുത്ത കാലത്ത് ആണ് അത് ഡിജിറ്റൈസ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് അതിന്റെ ഒരു ഇമേജ് ഞാൻ കാണിക്കാം. അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ അടുത്ത കാലം എന്നുള്ളത് ആ തീയതി നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒറ്റ സെക്കൻഡ്. Now fully until Sherborne Missal, now fully digitized, the stunning Sherborne Missal, one of our most important illuminated manuscripts. എപ്പോഴാണ് ഈ ട്വീറ്റ്, അതിന്റെ മെഡീവൽ മാനുസ്ക്രിപ്റ്റിന്റെ ആളിൽ നിന്നുണ്ടായ ട്വീറ്റ്? ഈ ഡേറ്റ് നോക്കൂ, August 27, 2020. ഇപ്പൊ 2 ആഴ്ചയെ ആയിട്ടുള്ളൂ. ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സഹോദരന്മാരെ. 2 ആഴ്ച ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 3. ഈ സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 350ഓളം വെല്ലം ഉപയോഗിച്ച് എഴുതിയിരുന്ന ഒരുപാട് പേജുകളുള്ള ഒന്നാണത് ഈ ഷെർബോൺ മിസ്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സാഹിബ ചരിത്രങ്ങൾ. ഈ ചരിത്രത്തെ ഒന്നും നിഷേധിച്ചിട്ട് വേണ്ട ഇസ്ലാമിനെ സ്ഥാപിക്കാൻ. ഈ ചരിത്രത്തെ നാം സത്യസന്ധമായി ഉൾക്കൊള്ളുക, അത് സത്യസന്ധമായി പ്രസരിപ്പിക്കുക. പക്ഷെ പല കാര്യങ്ങളിലും സത്യസന്ധത പുലർത്താത്ത ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും സത്യസന്ധത പുലർത്താൻ കഴിയില്ല. അത്രയേ ഉള്ളൂ കാര്യം. നേരത്തെ നാസർ സാഹിബ് കാര്യം ചോദിച്ചു തുടങ്ങിയിരുന്നു, അത് തുടരാം. നാസർ സാഹിബ്. ഞാന് പിന്നെ ഒരു ക്ലിയർ ആകാൻ വേണ്ടി ചോദിച്ചതാണ്. അഥവാ ഈ ഹദീസുകളിൽ വന്നിട്ടുള്ള ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റാണ്. ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പേപ്പർ ഒക്കെ അന്ന് തന്നെ ലഭ്യമാണ്. പിന്നെ കല്ലിലും ഒന്നും കൊത്തേണ്ട ആവശ്യമില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ അങ്ങനെ ഖുർആൻ ഉസ്മാനി ഉണ്ടാകേണ്ടതില്ല, അതിന്റെ മുമ്പ് തന്നെ അതുണ്ട് എന്ന വാദം വെച്ചിട്ട് ഹദീസ് നിഷേധിക്കാനല്ലേ ഈ പറയുന്നത്? ഖുർആൻ അവർ നിഷേധിക്കുന്നില്ല. ഇല്ല, അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആൻസറിൽ, ഇസ്മായിൽ സാഹിബിനുള്ള ആൻസറിൽ. അവര് ഹദീസിന്റെ പ്രാമാണികതയെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇതിനെയൊക്കെ നിഷേധിക്കാനുള്ള കാരണം. അത് തന്നെയാണ്, അവർക്ക് ഹദീസ് നിഷേധിക്കണം. ഹദീസ് ഗ്രന്ഥങ്ങൾ കാണുന്നതിനൊക്കെ അതിന്റെ പ്രാമാണികതയെ, അത് പ്രാമാണികമല്ല, അത് ശരിയല്ല എന്ന് നിഷേധിക്കണം. അത്രയേ ഉള്ളൂ.
ഓക്കെ. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാവും തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അവരിപ്പോ പരസ്യമായി പറയാൻ മടിക്കുന്നു എന്നേ ഉള്ളൂ. ഖുർആൻ തന്നെ നിഷേധിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരല്പം കൂടി കഴിഞ്ഞാലേ നമുക്ക് തിരിയുന്നു മാത്രം. അതിന്റെ ഭാഗമാണ് സർവ്വവേദ സത്യവാദം എന്ന് പറയുന്നത്. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്നാണ് പോയിന്റ്. ഞാൻ കരുതുന്നത്. അതെ അതെ, ഇത് തന്നെ വാസ്തവമാണ്, സത്യമാണ്, വളരെ വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ആണ്. ഖുർആൻ തന്നെ നിഷേധിക്കുന്നതിന്റെ ഒന്നാമത്തെ തെളിവാണല്ലോ സർവ്വവേദ സത്യവാദവും സർവമത സത്യവാദവും. പ്രവാചകനിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ കൂടി ഒരാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ഖുർആനിന്റെ ഒരു തരത്തിലുള്ള നിഷേധമാണ് എന്നല്ല, ഇസ്ലാമിന്റെ നിഷേധവുമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ് എന്ന് പറയുന്ന ഈ ഇസ്ലാമിനെ പോലും, ഈ ഒരു നാമത്തെ പോലും അവര് ഇതിന്റെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത് സമാധാനം ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ സമർപ്പിക്കലാണ്, ഇങ്ങനെ വളച്ചൊടിക്കുന്നുണ്ട്. ഇതുമായിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കറക്ഷൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാചകം പിന്നെ നമ്മളുടെ അകമ്പുരുള്ളതാണോ അതോ വല്ല ക്ലിപ്പിലും കേട്ടതാണോ? പ്രവാചകനിലും വിശ്വസിക്കേണ്ട ഇത് അവരുടെ എഴുത്തുകുത്തുകളിലുള്ളതാണ്, അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ എഴുത്തുകുത്തുകളിൽ ഉള്ളതാണ്. അകമ്പരുള്ള അങ്ങനെ ഒരു പരാമർശം കണ്ടതായി ഓർക്കണില്ല, അതാണ്. അല്ല, സർവമത സത്യവാദിയാണ് അദ്ദേഹം. അല്ല, അതുണ്ട്, അത് സർവവേദ സത്യവാദം ഉന്നയിക്കുന്നുണ്ട്. സർവവേദ സത്യവാദം ഉന്നയിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു സത്യം പറഞ്ഞ ആ പദപ്രയോഗത്തിൽ എനിക്ക് തോന്നുന്നു അല്പം സൂക്ഷ്മത കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം സർവവേദ സത്യവാദം എന്നൊരു സത്യം തന്നെയാണല്ലോ. അല്ല, അതിന്റെ പ്രസക്തി സർവവേദ സത്യവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാദം തന്നെ നമുക്ക്, അതായത് എല്ലാ വേദങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ്, അതിൽ യാതൊരു സംശയവും. പക്ഷെ ഇന്ന് അത് എല്ലാം പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളിടത്ത് പ്രശ്നമാണ്. കലിമത്ത് ഹഖ്കുൻ ഉരീദു ബിഹിൽ ബാത്തിൽ, അത് തന്നെ കലിമത്തു ഹഖ്കിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. ഇത് ലേറ്റസ്റ്റ് തന്നെയാണ്. സത്യമായ പരീശന്മാരുടെ കള്ള എഴുത്തുകൾ വ്യാജമാക്കിയിട്ടില്ലെന്ന് ചോദിക്കുന്നത് ബൈബിളിൽ തന്നെയാണുള്ളത്. അതെ, ബൈബിളിൽ തന്നെയുണ്ട്. ഇവിടെ പിന്നെ അപ്പോക്രിഫ ഒരു വലിയ സംഗതി, പുരോഹിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ടാണ് പുതിയൊരു പൗരോഹിത്യം ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. ആരാണ്? ഇവിടെ ചർച്ചയുടെ തുടക്കം ഞാൻ കേട്ടില്ല. എന്തായാലും ഹദീസ് നിഷേധവും ഖുർആൻ നിഷേധമൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യത്തില് ഞാൻ ഈ പറയപ്പെടുന്ന ഗ്രൂപ്പുമായും ആദ്യകാല ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വിഷയം ഗണിതമാണ്. ഇസ്ലാമിക സാഹിത്യങ്ങളിലോ ഇസ്ലാമിക വിജ്ഞാനത്തിലോ വളരെ വിവരം കുറവാണ്. തുടക്കത്തിൽ സത്യത്തിൽ ഞാൻ പെട്ടുപോയ ഒരു അറിവായിരുന്നു, ഒരു ഗ്രൂപ്പായിരുന്നു അത്. കാരണം ഒരു സാധാരണ നിലവാരമുള്ള ഒരു ഹദീസിനെ എങ്ങനെ തിരിച്ചറിയണം, ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്ന വ്യക്തതയില്ലാത്ത ഒരു സാധാരണ വ്യക്തിക്ക് തികച്ചും അവരുടെ സംഭാഷണങ്ങളും എഴുത്തുകളും വളരെ ശരി, 100% ശരി എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് എസ്പെഷ്യലി ആ വ്യക്തിയുടെ സംഭാഷണം. എനിക്ക് ഇഷ്ടമാണ് ആ പ്രസംഗം, കാരണം അദ്ദേഹത്തിന്റെ ശൈലിയും ഇതൊക്കെ അങ്ങനെയാണ്. പിന്നീട് ഞാൻ ലേണേഴ്സ് ഗ്രൂപ്പിൽ എത്തിയതിന് ശേഷമാണ് ഇല്യാസ് മൗലവി സാഹിബിന്റെ വ്യക്തിപരമായ സംഭാഷണങ്ങൾ എന്നോടുള്ള അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ആ ഒരു വലിയ കിടങ്ങിൽ നിന്ന് കരകയറി വന്നത്. സത്യത്തിൽ ഞാനൊരു അഡിക്റ്റ് ആയിരുന്നു സത്യത്തിൽ. കാരണം ഇപ്പോഴും പൊതുസമൂഹത്തിൽ, പൊതു സ്പേസില് ഇത്തരം ചിന്തകൾക്ക് ഇടമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മുടെ സമുദായത്തിലെ ആളുകൾ എത്രമാത്രം ബുഖാരിയിലുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാല് നമുക്കൊക്കെ തോന്നും ഇത് ഇസ്ലാമിൽ ഉള്ളതാണോ. അപ്പൊ എന്റെ ഒരു സംശയം എന്താ വെച്ചാല്, ഈ ഹദീസ് നിഷേധം എന്നത് ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ ബുഖാരിയിലുള്ള ഹദീസുകളൊക്കെ, ചില ഹദീസുകളെങ്കിലും പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതല്ലേ എന്നതാണ് എന്റെ ചോദ്യം.
ഈ അൽഹംദുലില്ലാ അള്ളാഹു അത്തരം ചില ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ തൗഫീക്ക് നൽകി. അത് വളരെ നല്ല കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ശരിയായി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ ബുഖാരിയിൽ നമുക്ക് സംശയകരമായി അല്ലെങ്കിൽ വിമർശന വിധേയമായി തോന്നപ്പെടുന്ന ചില സംഗതികൾ ഇവിടെ ചോദ്യം ഉന്നയിച്ച വ്യക്തി അബ്ദുള്ള പൊന്നാനിയാണ്. അങ്ങനെ തോന്നുന്ന ചില സംഗതികൾക്ക് വേണ്ടി മാത്രം നമ്മൾ അടുത്ത ആഴ്ചകളിൽ ഈ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചകളിലേക്ക് ഈ ആഴ്ച നമ്മൾ ഖുർആനിന്റെ ക്രോഡീകരണത്തെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എങ്കിൽ അടുത്ത ആഴ്ചകളിൽ അത്തരം വിമർശന വിധേയമാക്കപ്പെടുന്ന ഹദീസുകളുടെ പൊരുളെന്ത് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി അടുത്ത സീരീസുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹദീസുകൾ ഏതാണെന്ന് ഇവിടെ സംശയ എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഇവർ തന്നെ പരാമർശിച്ച് തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ഇവർ തന്നെ ഇവരുടെ പരിഹാസത്തിന് വിധേയമാക്കുന്ന ഹദീസുകളൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ സാഹിബ്, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് അലി സാഹിബ്, എന്താ അതെ, വിശേഷം? ഖൈറാണ് അൽഹംദുലില്ലാ. ഞാന് നിങ്ങളെ ഗ്രൂപ്പിലെ ഒരു പുതുമുഖാണ്. താജുദ്ദീൻ സാഹിബാണ് എനിക്ക് പിന്നെ സൂമിന്റെ ഇത് അയച്ചു തന്നത്. സാഹിബിനെ എനിക്കറിയാം, വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ലേ? അതെ 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 അതെ. ഞാന് എനിക്ക് ജലീൽ സാഹിബ് കുറെ മുമ്പ് ഉള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ്. ഒന്ന് ദയവായിട്ടൊന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങളെ ചോദിക്കുക. അതെ, വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഖുർആൻ അള്ളാന്റെ റസൂലിന് വഹിയായിട്ട് ഇറങ്ങിയതാണെന്നും അത് റസൂലിന്റെ വഫാത്ത് കാലഘട്ടം വരെ അത് ഇറങ്ങിക്കൊണ്ടിരുന്നിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ക്രോഡീകരിക്കപ്പെടേണ്ടത് റസൂലിന്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ. അങ്ങനെ ക്രോഡീകരിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് ഉസ്മാനുബിൻ അഫ്ഫാന്റെ കാലത്താണ് ക്രോഡീകരിക്കപ്പെട്ടതെന്നാണ് നമുക്ക് ഇത് ഞാനൊക്കെ കേട്ട ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തില് ഈ ഖുർആന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്, അത് ആദ്യം മുതൽ തന്നെ അതിന്റെ എഴുതപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോയോ, അത് നിലവിലുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് മനസ്സിൽ. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഞാന് നിങ്ങളെ ഈ ചർച്ച ഇപ്പൊ ഇന്നു മുതലാണ് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മുമ്പ് കേട്ടിട്ടില്ല. അതിന്റെ കഴിഞ്ഞ ഭാഗങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ സാഹിബേ, ഖുർആൻ പ്രവാചകന്റെ മരണത്തിന് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഖുർആനാണ് ക്രോഡീകരിക്കപ്പെട്ടത്. അത് എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു? അത് ഓരോ വർഷവും അതാത് വർഷങ്ങളിൽ ഖുർആൻ എത്തിപ്പെടുന്ന ഭാഗങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിരുന്നു. എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു? അവിടെയും വിഷയം ഇതാണ്. അതായത് അത് ഖുർആൻ മനോമുകുരങ്ങളിലാണ് ക്രോഡീകരിക്കപ്പെടുന്നത്. അതായത് എങ്ങനെയാ ക്രോഡീകരിക്കുക എന്ന് വെച്ചാൽ, മലക്ക് ജിബ്രീലിന് മുമ്പിൽ പ്രവാചകൻ ഓരോ വർഷവും അതാത് വർഷം വരെ എത്തിപ്പെട്ടിരിക്കുന്ന ഖുർആൻ പൂർണ്ണമായിട്ടും ഓതി കേൾപ്പിക്കുകയും അങ്ങനെ ഓരോ വർഷവും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ്. എന്നാൽ പ്രവാചകൻ വഫാത്താകുന്ന വർഷം അത് 2 പ്രാവശ്യം, അതിന്റെ റീകൺഫർമേഷൻ എന്നുള്ള നിലക്ക് 2 പ്രാവശ്യം ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു. പ്രവാചകൻ ജിബ്രീലിന് അത് ഓതി കേൾപ്പിച്ചു കൊടുത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ മറ്റുള്ളവരിലേക്ക് അത് ഓറൽ ട്രഡീഷനാണ്. അക്കാലഘട്ടത്തിൽ മുഖ്യമായിട്ടും ഖുർആൻ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഓറൽ ട്രഡീഷനിലൂടെയാണ്. അപ്പോ അങ്ങനെ ഓറൽ ട്രഡീഷനായിട്ട് ഈ സംഗതി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ സമയം തന്നെ അത് എഴുതുവാനും വേണ്ടി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ഗ്രന്ഥരൂപം, ഇപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ അർത്ഥമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പൊ ഈ മലയാളത്തിൽ തന്നെ എന്താണ് എന്ന പോലെ ഒരു ഗ്രന്ഥരൂപത്തിലേക്ക് ആക്കിയത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലല്ല. അതങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ തെറ്റാണ്. പ്രവാചകന്റെ മരണശേഷം തൊട്ടുടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത് വ്യത്യസ്ത ഖണ്ഡങ്ങളിലായിരുന്നു പ്രവാചകൻ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ലഭ്യമാകുന്ന, അവർക്ക് യുദ്ധമുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളാ പ്രവാചകന്റെ ജീവിതകാലത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ അവർക്ക് ലഭ്യമായ വസ്തുക്കൾ എന്താണോ, അത് ഈന്തപ്പനയോലയാണെങ്കിൽ അത്, ഈന്തപ്പനയുടെ മട്ടലാണെങ്കിൽ അത്, ഇങ്ങനെ ലഭ്യമായതിലൊക്കെ എഴുതുകയും അത് ഓരോരുത്തർ സൂക്ഷിക്കുകയും ചെയ്തു.
അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒന്നാമത്തെ ഖലീഫയാണ് ഇത്, പിന്നീടൊന്നുമല്ല, ഒന്നാമത്തെ ഖലീഫയുടെ കാലഘട്ടത്തിൽ തന്നെ അതെല്ലാം കൊണ്ടുവരുവാൻ പറഞ്ഞു. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു ഗ്രന്ഥമാക്കുകയല്ല ചെയ്തത്. ഒന്നാമത്തെ ക്രോഡീകരണം എങ്ങനെയാണ് ഖുർആൻ? അത് മനോമുഖരത്തിലാണ്, അത് ഹൃദിസ്ഥമാക്കിക്കൊണ്ടാണ്. ഇന്നും ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇതുപോലെ അത് ഹൃദിസ്ഥമാക്കപ്പെടുന്നുണ്ടോ? കേരളത്തിൽ സാഹിബ് നിൽക്കുന്ന പാലക്കാട് ജില്ല ആണെന്ന് എനിക്കറിയാം, പാലക്കാടാണെന്ന് എന്നെ കുറിച്ച് എനിക്കറിയാം. പാലക്കാട് ജില്ലയിൽ തന്നെ സാഹിബ് താമസിക്കുന്ന ഏരിയ തന്നെ എടുത്തു നോക്കി, ഒരാളെങ്കിലും ഉണ്ടാവും ഖുർആൻ ഹാഫിളായിട്ട്. പാലക്കാട് ജില്ല എടുത്തു നോക്കിയാൽ എത്ര പേരുണ്ടാവും? ഇങ്ങനെ കൊച്ചു കേരളത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? കണ്ടോ, ഇത് അന്ന് തുടങ്ങിയതാണ്. പ്രവാചകന്റെ കാലം മുതൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ ഇന്നും അതിന്റെ ക്രോഡീകരണം, അത് സംരക്ഷിക്കപ്പെടുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് ഇത് ഹിഫ്ളാക്കുക എന്നുള്ളത്. വേറെ ഒരു ഗ്രന്ഥത്തിന് ഇത് അവകാശപ്പെടാനില്ല. ഇന്ന് ലോകത്ത് ഇത് കംപ്ലീറ്റ് നഷ്ടമായാൽ പോലും അടുത്ത നിമിഷം ഇതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഇതെങ്ങനെ ശേഖരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ മനഃപ്പാടമാക്കിയിരുന്ന ആളുകളെ ഒരു ഭാഗത്ത് നിന്ന് വിളിച്ചു. ഇത് എഴുതി വെക്കപ്പെട്ടത് മുഴുവൻ ഖണ്ഡങ്ങളും ഒരു ഭാഗത്ത് നിന്ന് വിളിച്ചു. അങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഒത്തുനോക്കിയുമ്പോൾ എല്ലാം ശരിയാണ്. എന്നിട്ടാണ് അത് ഒറ്റ ഗ്രന്ഥമാക്കി രൂപപ്പെടുത്തിയത്. അതേ സമയത്ത് ഇന്നിവിടെ ആരെങ്കിലും ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരാളും ചോദിച്ചോ ഇല്ല. ഈ മൗലവിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേൾപ്പിച്ച ക്ലിപ്പിൽ പറയുന്നുണ്ട്, അബൂ ഹുസൈമ ആരുടെ അടുത്തും ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങളാരും കേൾക്കാത്തൊരായത്ത് അബൂ ഹുസൈമയാണ് ഞാനും കേട്ടിട്ടില്ല, ഒരാളും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അത് കള്ളമാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ ഹദീസിൽ ഇല്ല, ആ റിപ്പോർട്ടിൽ ഇല്ല. ഞങ്ങൾ ആരും കേട്ടിട്ടില്ല എന്നുള്ളതല്ല, അർത്ഥം മാറ്റി പറയുകയാണ്. ഇവിടെ നാസർ സാഹിബ് ചൂണ്ടിക്കാണിച്ച പോലെ യുഹർറിഫൂനൽ കലിമ അം മവാദിഇ, വാക്കുകളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് ഖുർആനിൽ യഹൂദന്മാരെ അല്ലെങ്കിൽ വേദത്തിൽ യഹൂദന്മാര് ചെയ്തിരുന്നു. ഇപ്പോൾ ഹദീസിന്റെ വിഷയത്തിൽ ഇവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ വാക്കുകളെ മാറ്റിമറിച്ച്. ഞങ്ങൾ ആരും കേട്ടിട്ടില്ല എന്നല്ല അവിടെ പറഞ്ഞത്. ഈ സംഗതി മനഃപ്പാടമായിട്ടുള്ള സൂറത്ത് തൗബയുടെ അവസാനത്തിൽ മനഃപ്പാടമായിട്ടുള്ള ആയത്തുകൾ എല്ലാവർക്കും അറിയാം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറയുന്ന ആയത്ത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ ലിഖിതമായ കോപ്പി എവിടെ? അത് രേഖപ്പെടുത്തുമ്പോൾ 2 ഷഹീദുകൾ വേണമെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് ലിഖിതമായതും വേണം, അതുപോലെ മനഃപ്പാടമായത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒത്തു വരുമ്പോഴാണ് എഴുതുന്നത്. രണ്ടും കൂടെ ഉണ്ടാകണമല്ലോ, കാരണം പ്രവാചകൻ എഴുതിച്ചതാണ്. അങ്ങനെ ഇത് കിട്ടിയത് അബൂ ഹുസൈമയുടെ കയ്യിൽ നിന്നാണ്. കണ്ടില്ലേ, ഒരായത്തിന്റെ വിഷയത്തിൽ വരെ കൃത്യമായി, ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് അവർക്ക് കിട്ടി. ഇത് അബൂ ഹുസൈമയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ 2 വിധത്തിൽ ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മരണത്തിന് ഉടനെ തന്നെ ഈ സംഗതികൾ കളക്ട് ചെയ്തൊരു ഗ്രന്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധമായ ചരിത്രം. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചെയ്തത് ഇതിന്റെ കോപ്പി എടുക്കുകയാണ്. ഇതിന്റെ കോപ്പി ഈ പ്രതി കൊണ്ടുവന്നു അപ്പോഴും ചെയ്തു. വീണ്ടും നോക്കണേ ഇതിന്റെ സൂക്ഷ്മത. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതി വെച്ച ആ കോപ്പി കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ അന്ധമായി കോപ്പി ചെയ്ത് നാനാഭാഗങ്ങളിലേക്ക് അയക്കുകയല്ല ചെയ്തത്. അപ്പോഴും സൂക്ഷ്മത പുലർത്തി. അപ്പോഴും പറഞ്ഞു, ഇനിയും നിങ്ങളുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടുപോവാ, ഇതുമായിട്ട് ഒത്തുനോക്കണം. അപ്പോഴും എല്ലാം ഒത്തുനോക്കി വീണ്ടും, എന്നിട്ടാണ് ഫൈനലൈസ് ചെയ്ത് വീണ്ടും അത് പുറത്തേക്ക് വിട്ടത്. ഇതാണ് അതിന്റെ ചരിത്രം ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ആ പ്രതിപ്പുണ്ടോ, നിലവിലുണ്ടോ? അതാണ് താഷ്കെൻഡിലും പിന്നെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലും ഉള്ളതെന്ന് പറയപ്പെടുന്ന 2 കോപ്പികൾ ഇവിടെ കാണിച്ചിരുന്നു, പാർച്ച്മെന്റിൽ എഴുതപ്പെട്ട. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ളത് ആ കോപ്പി നിലവിലില്ല. ആ കോപ്പി ഉള്ളതായിട്ട് അറിയപ്പെടുന്നില്ല. ടോപ്പ് കാപ്പിയിലും അതുപോലെ താഷ്കെൻഡിലും ഉള്ളത് ഇതാണ്. പിന്നീട് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ്. അത് ചിലപ്പോൾ ഒരു വേള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒന്നാകാൻ കാരണം ആ കാലനിർണയം നടത്തിയതല്ലേ? അതെ, കാലനിർണയം. അതെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം നമുക്ക് അറിയാവുന്നതല്ലേ? അതെ, ആ കാലനിർണയത്തിനുള്ളതായതുകൊണ്ട് അത് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താണെങ്കിലും പ്രവാചകന്റെ കാലവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും തൊട്ടടുത്ത് വരുന്നതാണത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് റേഡിയോ കാർബൺ അനാലിസിന് വിധേയമായതാണ്. അതുകൊണ്ട് അത് അങ്ങനെ ആകാനാണ് കൂടുതൽ സാധ്യത. ഇനി എനിക്കിവിടെ മഗ്‌രിബിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
ഇത് നമുക്ക് അവസാനിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ആരൊരാൾ എന്തോ ഒരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സൈനുദ്ദീൻ സാഹിബ് നിങ്ങളൊന്ന് ഉപസംഹരിച്ചേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ നടത്തിയ ഖുർആൻ ക്രോഡീകരണ ചരിത്രവും വികലവാദങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ ഈ പ്രഭാഷണ പരിപാടി, അതിന്റെ ആദ്യ വിഷയമാണ് ഇന്നിവിടെ സമാപിച്ചിട്ടുള്ളത്. ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രവിരുദ്ധവും ചരിത്ര നിരപേക്ഷവുമായ ഈ ആശയം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് ചില സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരികയാണ്. അതിനുവേണ്ടി അവരാദ്യം ചെയ്യുന്നത് ഹദീസുകളെ, പ്രമാണങ്ങളെ നിഷേധിക്കലായിരുന്നു, ചരിത്രത്തെ കെട്ടുകഥയായി അവതരിപ്പിക്കലായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന ഇസ്ലാമിന്റെ തനിമയാർന്ന രൂപം മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് നശിപ്പിച്ചു കളയുക എന്നുള്ള ഖുർആൻ വിരുദ്ധരുടെ എക്കാലത്തെയും ദൗത്യത്തിന്റെ ഭാഗമായി ചേർന്നു പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തൊക്കെയായാലും ഇതുപോലെയുള്ള ചർച്ചകൾ വഴി നേരത്തെ അബ്ദുള്ള സാഹിബ് സൂചിപ്പിച്ചതുപോലെ സംശയങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക്, തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക്, ഭ്രംശിത ചിന്തയിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു വിമോചനത്തിന്റെ മാർഗം, ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ സഹായകമാകും എന്നതിന്റെ ഒരുപാട് തെളിവുകളിൽ പെട്ടതാണ് നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട വ്യക്തിയുടെ അനുഭവം. തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഈ ചർച്ച മുന്നോട്ട് പോകും. ഇതിൽ പങ്കെടുത്ത ആളുകളോട് ഈ ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതുപോലെയുള്ള വൈജ്ഞാനികമായ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് സുന്നത്തിന്റെ പ്രാമാണികതയും, ജലീൽ സാഹിബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്ന വിഷയത്തെ കുറിച്ചുള്ള ചർച്ച അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും തുടർന്നും പരിപാടിയിൽ പങ്കെടുക്കണമെന്നും സുഹൃത്തുക്കളും സഹകാരികളും ഒക്കെ ആളുകളെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് പങ്കെടുപ്പിക്കണമെന്നും പ്രത്യേകമായി ഉണർത്തുകയാണ്. വളരെ വൈജ്ഞാനികമായ സ്വഭാവത്തിൽ, ഉയർന്ന നിലവാരത്തിൽ, നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ വിഷയം വളരെ മനോഹരമായി പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ച ബഹുമാനായ പണ്ഡിത സഹോദരൻ ജലീൽ കോലോത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇൽമും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ ഹിദമത്തിന്റെ മാർഗത്തിൽ തുടർന്നും പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും തുണയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്ലിമീൻ വറഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.